ഹലോ. ആ മാം, ഞാൻ ഒരു ലെതർ ഡിസൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മാം കണ്ടോ അറിയില്ല. അത് അവിടെ കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാം കണ്ടുവോ? കവിതാ മാം അല്ലേ? കവിതാ മാമാണോ സംസാരിക്കുന്നത്? അതെ 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 മാമിൻ്റെ അതെ ഡാൻസിങ് ഫിഗർ കണ്ട അതിന് ശേഷം ഇട്ടിരുന്നോ? അതെ 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 അതെ. ഞാൻ ആ ഫോൺ നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് നോക്കാം. അത് അങ്ങനെ ചെയ്യാമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മാം. ഞാൻ ആദ്യം അത് കണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഫിഗർ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ താങ്ക് യു മാം. രണ്ടാമത്തെ മെസ്സേജ് കണ്ടില്ല. ഇത് എന്തിൽ ചെയ്യാനാ മാം? അത് മാം അവിടെ മറ്റേ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടില് നമ്മള് ബ്ലൂ തന്നെ ഡാർക്ക് ഇട്ടിട്ട് മറ്റേ കൊടുക്കാം. അത് നമ്മൾ കൊടുക്കാം. അതൊക്കെ വെറും കോറൽ ഡിസൈൻസുകളാണ് കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതെല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാറ്റാം. ഞാൻ പിന്നെ നമുക്ക് ഒരു ഷോർട്ട് ടൈം കോഴ്സസിനുള്ളിൽ ബാക്ക്ഗ്രൗണ്ട് ഒത്തിരി വൈഡായിട്ട് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വേറെ സ്ട്രോക്സും ഡോട്ടും പറഞ്ഞു തന്നത് കേട്ടോ. അത് നിങ്ങളുടേതായിട്ടുള്ള രീതികളിൽ മാറ്റി അത് ചെയ്യാമോ? ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ നമുക്കിതിനേക്കാളും കുറച്ചുകൂടെ ഒരു പില്ലേഴ്സിൻ്റെയൊക്കെയാണ് കുറച്ചുകൂടെ മാച്ചിങ് ആയിട്ട് വരുന്നത്. പക്ഷെ നമ്മുടെ ഒരു ഷോർട്ട് ടൈമിനുള്ളിൽ നമുക്ക് ഡാൻസിങ് ഫിഗേഴ്സ് വിത്ത് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിലിംഗ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ മാക്സിമം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. നമുക്കൊരു ഷോർട്ട് ടൈം കോഴ്സിനോ അല്ലെങ്കിൽ കിട്ടുന്നതല്ല. അപ്പം അത് കുറച്ച് പഠിച്ചവർക്കാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഐഡിയ ഉണ്ട്, കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനും പറ്റും കേട്ടോ. മാം, പിന്നെ ആ ഗ്രീൻ ഡോട്ട് നമ്മൾ കംപ്ലീറ്റ് കൊടുക്കണ്ടേ? ഇപ്പൊ മാം മറ്റേ ഓരോരോ അതെ മാം, ഞാൻ മനസ്സിലായി. അത് നമുക്ക് ഡോട്ടായിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഷെയ്ഡ്സ് ആയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ലൈറ്റ്സ് ബാക്ക്ഗ്രൗണ്ട് തന്നെയല്ലോ. എന്നിട്ട് നമ്മൾ ഫുള്ള് ലയിപ്പിച്ച് സ്മജ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് മാത്രം ചെറുതായിട്ട് സാബ്ലിനായിട്ടൊരു ഡോട്ടിൻ്റെ ഫീല് കാണിച്ചാൽ ഇപ്പം ഡോട്ടായിട്ട് തന്നെ പെട്ടെന്ന് തോന്നും. കംപ്ലീറ്റ് നമ്മൾ ചെയ്യണം അല്ലേ? മൊത്തം ബാക്ക്ഗ്രൗണ്ട് ഫുള്ള്, അതായത് നമ്മുടെ ഈ ഒരു ആർച്ചിന്റെയും താഴെയുള്ള ഭാഗം ഒഴിച്ച് ബാക്കി അത്രയും ചെയ്യണം. ഓക്കെ മാം, താങ്ക് യു. നമ്മൾ ഇന്നത്തെ കളറിങ് നമുക്കൊന്ന് ബോഡി കളർ ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലോട്ടൊക്കെ പോവാം. അല്ലെങ്കിൽ നമുക്ക് ഉണങ്ങാതെ നമുക്ക് തേർഡ് കോട്ടോടെ ചെയ്യാൻ പാടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ യെല്ലോയുടെ ബോഡി, ഒരു മിനിറ്റ്, യെല്ലോയുടെ സെക്കൻഡ് കോട്ടിലോട്ട് പോവേണം. നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് സെക്കൻഡ് കോട്ട് ചെയ്ത് ഡോട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഉണങ്ങാത്തത് കൊണ്ട് നമുക്ക് ആ കളറ് തന്നെയാണ്, പക്ഷേ അത് ആ ഒരു ഡോട്ട് ക്ലിയർ ആക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് കോട്ടിലോട്ടാണ് പോകുന്നത്. സെക്കൻഡ് കോട്ടിന് നമുക്ക് വേണ്ട ഒരു 3 ഡ്രോപ്പ് കാഡ്മിയം യെല്ലോയുടെ കൂടി 1 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡാണ് കേട്ടോ. 3 ഡ്രോപ്പ് കാഡ്മിയം യെല്ലോയുടെ കൂടെ നമ്മൾ ആദ്യത്തെ ഒരു ഡോട്ട് ചെയ്തപ്പോൾ ഒരു ഹാഫ് ഡ്രോപ്പൊക്കെയാണ് ചേർത്തത്. ഇപ്പോഴെന്ന് പറയുന്നത് നമ്മൾ 1 ഡ്രോപ്പ് ചേർക്കണം. അതിൻ്റെ ആ ഒരു വാഷിങ്ങിൻ്റെ അളവ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു കാഡ്മിയം ഇന്ത്യൻ യെല്ലോ എന്നൊക്കെ പറയുന്ന കളറിൻ്റെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് വരുന്നൊരു കളറാണ് നമുക്ക് കിട്ടുന്നത്. ഓറഞ്ച് ആകുന്നില്ല, ഓറഞ്ചിൽ നിന്നും ലൈറ്റായിട്ടുള്ള ഒരു കളർ കേട്ടോ നമുക്കതിനകത്ത് കിട്ടുന്നത്. അത് നല്ലപോലെ വെള്ളം ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഈ ഒരു ലൈറ്റ് ഓറഞ്ച് ആയിട്ടുള്ള കളറാണ് നമുക്കതിനകത്ത് മിക്സിങ്ങിനായിട്ട് കിട്ടുന്നത് കേട്ടോ. ഒരുപാട് ഡാർക്ക്നെസ് നമുക്ക് 3ാമത്തെ കോട്ടിലൊക്കെ കൊടുത്താൽ മതി, നമുക്ക് ഡാർക്ക് ചെയ്യാനായിട്ട് പാടാണ് കേട്ടോ. അപ്പോൾ അത് നല്ലതായിട്ട് വെള്ളം ചേർത്ത് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ശരി, ആ കളറ് തന്നെ നമുക്ക് ബോഡിയുടെ ഭാഗത്തേക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കൈയുടെ ഈ ഒരു ഏരിയ കാണാമല്ലോ, ഈ ഒരു ഏരിയയിൽ നമ്മളിത് ഈ കളർ കൊടുക്കുന്നു. നമുക്ക് വെള്ളം ചേർത്തും ചെയ്യാം. ഇത് ഒത്തിരി ഡാർക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അത് വെച്ച് തന്നെ ഒന്ന് ഡോട്ട് കൊടുത്ത് പോവേണ് കേട്ടോ. വെള്ളം ചേർത്തിട്ടല്ല, അത് വെച്ച് തന്നെ ചെറുതായിട്ട് ഡോട്ട് കൊടുത്ത് എൻഡിൽ നിന്ന് കേട്ടോ. കളർ കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഒരുപാട് കളർ ഉണ്ടെങ്കിൽ ഡോട്ടായിട്ട് തോന്നില്ല, സ്മജ്ജായിപ്പോവും. അപ്പോൾ കളറ് കുറച്ചുകൂടി ഒരു 90 ഡിഗ്രിയാണ് ശരിക്കും നമുക്ക് ഡോട്ടുകൾ ഗ്യാപ്പിൽ ചെയ്യണം. 000 ബ്രഷുമാണ്. പക്ഷെ നമുക്കിത് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ്ഡ് ആണെങ്കിൽ ചരിച്ച് വെച്ച് നമുക്കതുപോലെ ഇടാം. ടിപ്പ് മാത്രമേ യൂസ് ചെയ്യാം.
അത് ചെയ്ത് വരുമ്പോഴേ നമുക്ക് ഓക്കെ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 90 ഡിഗ്രിയിൽ തന്നെ ബ്രഷ് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇതിൻ്റെ ബ്രിസിൽസിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ ടിപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് വരാതെ ജസ്റ്റ് ഒന്ന് എൻഡ് മാത്രം ടിപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലേ വളരെ ചെറിയ ഡോട്ടുകൾ അതിനകത്ത് വരത്തുള്ളൂ. ആ കളർ വെച്ച് നമ്മളിതിങ്ങനെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ വരയ്ക്കുന്നു. വരച്ചതിന് ശേഷം ആ കളറിനെ തന്നെ തൊട്ട് ഫുള്ളായിട്ടല്ല, അതിനോട് ചേർത്താണ് ആദ്യത്തെ ഡോട്ട് കൊടുക്കുന്നത്. എന്നാൽ നമുക്കിതൊരു ഭയങ്കര കുത്തുപോലെ തോന്നണമെന്നുമില്ല. ഇതിന് നമുക്കിപ്പോൾ ഒരു മൂക്കുരു പോലെ അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ അതിനകത്ത് അങ്ങനെ ചൊറി പിടിച്ച് അങ്ങനത്തെ ഒരു കുത്തല്ല, ആ കളറുമായിട്ട് സ്മജ് ചെയ്ത് നിൽക്കുന്നൊരു ഡോട്ടായിരിക്കണം കേട്ടോ. നമ്മൾ ഡോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ചിലപ്പോൾ നമുക്ക് ഡോട്ട് ഇടാൻ പറ്റും, ഒത്തിരി വലിയ ഡോട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിന് ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കളറിൽ ലയിപ്പിച്ച് തന്നെ ആ ഡോട്ടിലോട്ട് പോകുന്നത്. ഇതിനകത്ത് അധികം വെള്ളം സ്മജ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ. എങ്കിൽ നമുക്ക് തേർഡ് കോട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് ബ്രഷ് വെള്ളത്തിൽ തൊട്ട് സ്മജ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പം കുറച്ചുകൂടി ഈർപ്പം വരും. പിന്നെ നമുക്കതിനകത്ത് അടുത്ത തേർഡ് കോട്ട് ഇടാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇതിനകത്ത് സ്മജ് ചെയ്യാതെ തന്നെ ചെയ്യുകയാണ്. നിങ്ങൾ കുറച്ചൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നല്ലതായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. കളറ് നമുക്ക് കാണുമ്പോൾ വലിയ വ്യത്യാസങ്ങളില്ല, ചെറിയൊരു കളർ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ആദ്യത്തെ 2 ഷെയ്ഡ്സ് നമ്മൾ വളരെ കളർ കുറച്ചിട്ടുണ്ട്. അടുത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ കളർ കൂട്ടും കേട്ടോ. ഇതിലൊക്കെ നമ്മുടെയൊക്കെ മെയിൻ ആയുധം എന്ന് പറഞ്ഞാൽ കൈയാണ് കേട്ടോ. ബ്രഷ് ഒന്ന് ബ്രിസിൽസൊക്കെ റെഡിയാവും. കുറച്ചുകൂടെ സൂമായിട്ട് തന്നെയല്ല ഇരിക്കുന്നത് ചെയ്യുന്ന ഭാഗം. ഞാൻ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എന്റെ കളർ ഇച്ചിരി കൂടി പോയോന്നൊന്ന് നോക്കി പറയൂ. ഇപ്പൊ മിക്സ് ചെയ്തതാണോ മാം, അതോ നേരത്തെ ചെയ്തതാണോ? ഓൾറെഡി ചെയ്തായിരുന്നു. കഴുത്തിൻ്റെ അവിടുത്തെ കളേഴ്സ് കുറച്ചുകൂടെ, അതിൻ്റെ പുറത്തിന് ചെയ്യാവുന്ന ഫേസൊക്കെ ഞാൻ ചെയ്താൽ മതിയായിരുന്നു. കുറച്ചൊന്നും അത് സ്മജ് ആയിട്ടില്ല മാം, അതായത് അത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിന് നമ്മൾ കണ്ടിട്ട് ഇതിന് എൻ്റെ കളേഴ്സ് ഏത് കളറാണ്, അടിയിലത്തെ കളർ ഏതാണ്, പുറത്ത് ചെയ്ത ഏത് കളറാണെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ ആ രീതിയിലോട്ടാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ഒരു ഷെയ്ഡിന് വേറൊരു ചൊറി പിടിച്ച ഒരു എന്തോ അഴുക്ക് പറ്റിയൊരു ഫീലില്ലേ, അങ്ങനത്തെ ഒരു ഫീലായിപ്പോൾ. നമ്മൾ ഒരിക്കലും ഒരു കളർ ചെയ്യുമ്പം വളരെ സ്മൂത്തായിട്ട് വളരെ ലാളിത്യത്തോടുകൂടി യൂസ് ചെയ്യണമെന്നാണ് കേട്ടോ മാം. അതിന് നമുക്ക് യെല്ലോ കൊടുത്താലും അത് വേണം. അതിൽ ശകല യെല്ലോയും വൈറ്റും കൂടെ ചേർത്ത് ആ ബോഡി ഒരിക്കൽ കൂടെ ഫുള്ളായിട്ട് വാഷ് ചെയ്യണം. ഒരു 2 ഡ്രോപ്പ് വൈറ്റും കൂടെ 1 ഡ്രോപ്പ് യെല്ലോയും കൂടെ ചേർത്തൊരു ക്രീം പോലെയാവും. എന്നിട്ട് വീണ്ടും യെല്ലോ കാഡ്മിയം യെല്ലോ ചെയ്ത് ഇതേ സ്റ്റെപ്സ് റിവേഴ്സ് ചെയ്ത് വരണം. എങ്കിലേ നമുക്ക് ഉദ്ദേശിക്കുന്നൊരു ഭംഗി കിട്ടത്തുള്ളൂ. ഇതിൻ്റെ പുറത്ത് നമ്മൾ യെല്ലോ ഇട്ടാലും അത്രത്തോളം ആവത്തില്ല മാം. ആ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ ഡാർക്കായിട്ട് നിൽക്കും. ഡാർക്കായിട്ട് ഒരു സ്ക്രാച്ച് മാം. ഇത് വളരെ ലൈറ്റായിട്ട്, അതായത് നമുക്ക് ഡോട്ട് ഇടണമെന്ന് കമ്പൽസറി ഒന്നുമില്ല. ഡോട്ട് ഇട്ടാലേ ചുവചിത്രങ്ങളാവുമെന്നൊന്നുമില്ല. നമുക്ക് വേണ്ടത് ചിത്രത്തിൻ്റെ ഭംഗിയാണ്. ഡോട്ട് നമുക്ക് ഇടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് എത്രയും പെർഫെക്ഷനായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 ഡേയ്സിൽ ഒരു കോഴ്സുകാരും ഡോട്ടോ അല്ലെങ്കിൽ രേഖീയ താളങ്ങളോ ഒന്നും പഠിപ്പിക്കാറില്ല. പക്ഷെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അത്രയും യൂസ് ഉണ്ടാവട്ടെ. അത് ചുവർചിത്രങ്ങളിൽ കമ്പൽസറി ഇന്ന് ഒരു 99% വരും ഡോട്ടിലല്ല ചുവർചിത്രങ്ങൾ കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആ ചിത്രം ഭംഗിയാക്കുക, അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമുക്കത് ഡോട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് സ്മജ് ചെയ്തെടുക്കാം, ലയിപ്പിച്ചെടുക്കാം കേട്ടോ. അതുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടൊന്നും മെനക്കെട്ട് ആരും ഇങ്ങനെ ഡോട്ട് ഇട്ട് നിർബന്ധിക്കണില്ല. നമുക്കത് നല്ല ലയിച്ച് നല്ല ഭംഗിയായാൽ മതി കേട്ടോ. അതേ നമ്മുടെ ചിത്രങ്ങളുടെ ഉദ്ദേശം. ഞാനിപ്പോൾ ഇത്രയും ഇതാണെങ്കിലും ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നില്ലേ സ്മജിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം എനിക്ക് അത് ഇങ്ങനെ ഡോട്ടിട്ട് വെക്കാനുള്ള ക്ഷമയും സമയവും ഒന്നുമില്ല. ഈ ഔട്ട്സൈഡുള്ള ഈ ലോക്കർ ഫുള്ള് ഗ്രീൻ ഇടണം. ഫുള്ള് ഗ്രീൻ ഇടണം മാം. ഓരോ ഔട്ട്ലൈനിൻ്റെ അടുത്ത് നമ്മൾ ഗ്രീൻ കൊടുക്കണം.
ആ ഓക്കെ ഓക്കെ. ഓരോ നമുക്ക് അതിനകത്തുള്ള ഓരോ ഡിസൈനിൻ്റെ ചുറ്റും നമ്മൾ ഗ്രീൻ കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മളിനി ഫേസിലോട്ട് ചെയ്യണം. ഫേസിലൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫേസ് ആദ്യം ചെയ്യുന്നതിന് നെക്ക് ചെയ്ത് തരാം കേട്ടോ. ഫേസിൽ ഞാനിപ്പോൾ ഈ കളറ് നെറ്റിയിലാണ് ആദ്യം കൊടുത്തത്. നെറ്റിയിൽ കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ചെറിയ ഡോട്ട് ഇട്ട് അത് വലുതായിട്ട് അറിയാത്ത രീതിയിൽ, അത് നമുക്ക് ഡാർക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഉടനെ ബ്രഷ് വെള്ളത്തിൽ തൊട്ട് ലൈറ്റാക്കി കൊള്ളണം. ഒട്ടും ക്ലിയർ അല്ലല്ലോ മാം. ഒരു മിനിറ്റ്. എല്ലാവർക്കും അങ്ങനെയാണോ? എല്ലാവർക്കും ക്ലിയർ അല്ലാതെയാണോ കാണുന്നത്? ക്ലിയർ ആണ്. എൻ്റെ ക്യാമറയിലും വലിയ കുഴപ്പമില്ല, ഞാൻ ചോദിച്ചത്. ഇതിലിപ്പോൾ നമ്മൾ നെറ്റിയിലാണ് കൊടുത്തത്. ഞാൻ നെറ്റിയിൽ ആ ഷെയ്ഡ് നിർത്തുന്ന ഭാഗം ഒരിക്കലും സെപ്പറേറ്റ് ആയിട്ട് തോന്നത്തില്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കളറിൻ്റെ മാക്സിമം കളർ ഡെപ്ത് കുറച്ച് കവർ ചെയ്യാണ് കേട്ടോ. ഒരു പാർട്ട് ഹാഫേ ചെയ്യാവൂ, അങ്ങനെയൊന്നുമില്ല. ഫുള്ള് ചെയ്താലും പ്രശ്നമില്ല. പക്ഷേ ഈ ഒരു സ്മഡ്ജിങ് നമ്മൾ ഒരിടത്തും മുറിച്ച് നിർത്തരുത്. അപ്പോൾ അവിടെ ഒരു വര പോലെ അല്ലെങ്കിൽ സെപ്പറേഷൻസ് തോന്നും. അങ്ങനെ ഒരു സെപ്പറേഷൻസ് നമ്മൾ സെപ്പറേറ്റ് ആണ് ഇതെന്നുള്ളത് ഒരിക്കലും അടുത്തൊരു ഷെയ്ഡ് കൊടുക്കുമ്പോൾ അറിയരുത് കേട്ടോ. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അതിനാണ് നമ്മളൊരു സ്മെഡ്ജ് ചെയ്യുന്നത് ഷെയ്ഡ്സ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ലൈറ്റ് ചെയ്ത് ചെയ്യുക കേട്ടോ. സെപ്പറേറ്റ് നമുക്ക് എവിടെയാണോ ചെയ്തിട്ട് അങ്ങനെ സെപ്പറേറ്റ് ഇല്ലെങ്കിൽ ഉടനെ വെള്ളം ചേർത്ത് അതിനൊന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഔട്ടർ പോർഷൻസ് ആണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ സെക്കൻഡ് ഷെയ്ഡ് ചെയ്തെന്ന് പോലും തോന്നാത്ത രീതിയിലാണ് ചെയ്യുന്നത്. എന്നാൽ കളർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അടുത്ത കളർ അപ്ലൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മൾ രണ്ടാമത്തെ കളർ ചെയ്യുന്നതിന് അടുത്ത കളറോട് ചെയ്യുമ്പോൾ ലയിച്ച് വരുന്നൊരു ഭാഗമാണ് നമ്മളിങ്ങനെ നിർത്തിയിരിക്കുന്നത് കേട്ടോ. ഒരു ലൈറ്റ് അടുത്തത് ഡാർക്ക് ടോൺ ആയതുകൊണ്ട് നമുക്കിതുപോലെ പകുതി വെച്ച് നിർത്താൻ പറ്റത്തില്ല, ഫുള്ള് കൊണ്ടുപോകാനും പറ്റത്തില്ല. അപ്പോൾ ആ കളറുമായിട്ട് ലയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ കളറ് കുറച്ചുകൂടെ ഒന്ന് അകത്തോട്ട് കയറ്റി ചെയ്യുന്നത്. അത് നമുക്ക് വെള്ളം ചേർത്ത് ലൈറ്റാക്കിയും ചെയ്യാം, അല്ല നമുക്ക് നല്ല ബാലൻസ്ഡ് ആണെങ്കിൽ ഇതുപോലെയും ചെയ്യാം കേട്ടോ. ഇനി ഇതാ ഐബ്രോസിൻ്റെ കണ്ണിൻ്റെ മേളിലാണ് കേട്ടോ. കണ്ണിൻ്റെ മേളിലുള്ള ആ ഒരു ഭാഗം മൊത്തത്തിൽ ഞങ്ങൾ ഡാർക്കാക്കി. അവിടെ ഡോട്ടിനൊന്നും പോയില്ല, കാരണം ചെറിയ ഏരിയയാണ്. ഇനി ഇതാ മൂക്കിൻ്റെ അവിടെയും നമുക്ക് ഡോട്ടൊന്നും വലുതായിട്ട് നടക്കത്തില്ല. ഈ ഒരു വി പോലുള്ള ഭാഗത്തു നിന്ന് വന്ന് കണ്ണിൻ്റെ അവിടെ വരെ കണ്ടോ, ഇങ്ങനൊരു ഡാർക്ക്നെസ് ലൈനുണ്ട് കണ്ടോ. അവിടെ ഇപ്പോൾ ഒരു ഡാർക്ക് ലൈൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഈ ഒരു മൂക്കിൻ്റെ ഷേപ്പ് ഒന്ന് സെപ്പറേറ്റ് ഡാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ണിൻ്റെ താഴെയും ചെറുതായിട്ടൊന്ന് ഡാർക്ക് ചെയ്യുന്നത്, ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് കണ്ണിൻ്റെ താഴെ ഡാർക്ക് ചെയ്യുന്നത്. ഇതാണ് കണ്ണിൻ്റെ. ഇത് നമുക്ക് ഡോട്ട് വെച്ച് ലയിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഡോട്ട് വെച്ച് ലയിപ്പിക്കാം, അല്ല നമുക്ക് ലയിപ്പിക്കേണ്ട സെപ്പറേറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ അങ്ങനെ നിന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് അവിടെ വെച്ച് ഡോട്ട് വെച്ചിട്ട് നമുക്കത് ഭംഗി കുറവ് വരികയാണെങ്കിൽ ലയിപ്പിക്കുകയൊന്നും വേണ്ട. അവിടെ വെച്ച് ആ ഒരു കളറിനെ നമുക്കൊന്ന് ചെറുതായിട്ട് നിർത്തും. ഒരു നല്ല സ്മൈലി വരാനായിട്ട് നമ്മുടെ ഈ ചുണ്ട് വരയ്ക്കുന്നതിൻ്റെ രണ്ട് എൻഡിലുള്ള ഓരോ ബൗളിൽ ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുത്താൽ നമുക്കൊരു ചിരിക്കുന്ന ഫീല് കൊടുക്കാൻ പറ്റും. കണ്ട് ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഒന്ന് അത് ഏറ്റവും ലൈറ്റ് കളേഴ്സ് വെച്ചിട്ടാണ്, വലുതായിട്ട് എടുത്ത് കാണിക്കാത്തൊരു കളർ വെച്ചിട്ട് വേണം ഈ സ്മൈലിയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് കേട്ടോ. നമ്മുടെ ഒരു ഓറഞ്ചോ സ്കാർലറ്റോ വെച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ മാത്രം എന്തോന്നൊരു ഫീല് തോന്നും കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഫേസ് ചെയ്തിട്ടുള്ളത്. ഈ ഫേസിൽ എവിടെയെങ്കിലും നമുക്ക് യെല്ലോ കുറച്ചുകൂടെ കയറ്റണമെന്നുണ്ടെങ്കിൽ ചെറിയ ഡോട്ടുകളായിട്ട്, ഇതിപ്പോൾ വലിയ കളർ വ്യത്യാസമില്ല. നമ്മുടെ ചെയ്തപ്പോൾ കുറച്ചൊന്ന് കൂടുതലായിരുന്നു, ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടെ കുറച്ചതാണ്. എനിക്ക് ഒന്ന് രണ്ടൊരു ഫോട്ടോ ഇട്ടപ്പോഴേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഷെയ്ഡ് കുറച്ചുകൂടെ കുറഞ്ഞിരുന്നെങ്കിൽ നല്ലതായെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ കളർ ലൈറ്റ് ആക്കിയത്.
കുറച്ചൊന്ന് ഉണങ്ങിയിട്ട് അടുത്ത ഷെയ്ഡിങ് കൂടി ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ബോഡി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ തന്നെ വെച്ച് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. മറ്റേതൊക്കെ നമുക്ക് ഫില്ലിംഗ് ആണ്, നിങ്ങൾക്ക് വീട്ടിലിരുന്നാലും ഇപ്പോൾ ഞാൻ ഹോംവർക്കായിട്ട് തന്നാലും ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നല്ല സമയം എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 10 ക്ലാസ്സസ് എന്നൊക്കെ പറയുന്നെങ്കിലും അങ്ങനെയല്ല, നിങ്ങളുടെ പിക്ചറുകൾ നിങ്ങൾക്ക് സമയം തന്നു തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പലരുടെയും അത്യാവശ്യങ്ങൾ കരുതി ആ ഒരു ടൈം തന്നു തന്നെയാണ് നമ്മൾ കളറിങ് ചെയ്യുന്നത്. മാം എന്റെ പിന്നെ ഇത് വീഡിയോ അത്ര ക്ലിയർ അല്ല, ഇന്ന് തന്നെ ഒരു ഫോട്ടോ അടുപ്പിച്ചെന്നിടണേ. ഓക്കെ ഓക്കെ ഫേസും. ഓക്കെ ഓക്കെ ഡോളി മാമിൻ്റെ ഏകദേശം ആയോ ഈ ലെവല്? കൂടെ വരയ്ക്കുന്നുണ്ട്. കാലിൽ പിന്നെ ചെയ്യാം, നമുക്ക് ഒരു സമയത്തിൻ്റെ കുറവ് കൊണ്ട് കാലിൽ. അടുത്തതിൻ്റെ ബോഡി കളർ നമ്മൾ സ്കാർലറ്റ് റെഡ് യെല്ലോ ഓക്കറാണ് 1:1 എന്ന അളവിലാണോ ചെയ്തത്? അങ്ങനെയാണോ ചെയ്തത്? ഞാൻ ഇന്നലെ മ്യൂറലിൻ്റെ മറ്റേ ക്ലാസ്സുകളൊക്കെ ഉണ്ടായപ്പോൾ അതിനകത്ത് കുറേ മിക്സിങ് ആയതുകൊണ്ട് 1:1 എന്ന അളവിലല്ലേ സ്കാർലറ്റ് ഒരു ഡ്രോപ്പും ഒരു ഡ്രോപ്പ് യെല്ലോ ഓക്കറും കൂടെ മിക്സ് ചെയ്ത കളറല്ലേ? അങ്ങനെയാണോ? ആർക്കും ഓർമ്മയില്ലേ? നോട്ട് എഴുതിയവരെ വിളിച്ചു. ആശിഷ 1.5 ഡ്രോപ്പ് യെല്ലോ ഓക്കർ, 1 ഡ്രോപ്പ് സ്കാർലറ്റ്. ഓക്കെ ഓക്കെ. ഞാൻ ഇന്നലെ നമ്മുടെ മ്യൂറൽ ഡ്രോയിങ്ങിൻ്റെ ക്ലാസ്സിൽ ഓരോരുത്തരും ഓരോ പിക്ചേഴ്സിനും ഓരോ മാം എന്താ പറഞ്ഞ 1.5 വരെ എടുക്കാന്നും പറഞ്ഞു അല്ലേ? യെല്ലോ ഓക്കർ 1.5 ഒരു ഡ്രോപ്പ് സ്കാർലറ്റുമാണ്. പക്ഷെ അതിൻ്റെ ഒരു 10 ഇരട്ടിയോ 12 ഇരട്ടിയോ നമ്മൾ വെള്ളം ചേർക്കുന്നു കേട്ടോ. വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ ആ ഒരു കളർ ചെയ്യുന്നത് കേട്ടോ. യെല്ലോ കുറച്ച് കൂടുതലാണ്. എന്നിട്ട് നമ്മൾ നല്ല പോലെ വെള്ളം ഡൈല്യൂട്ട്. ഇനി അടുത്ത് നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്യുമ്പോഴും ചെയ്യുന്നത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു വെള്ളം ആണ് കേട്ടോ. ഓക്കെ. ഇപ്പം രാജശ്രീ മാം ആണ് ജോയിൻ ചെയ്തേ? പക്ഷെ എനിക്കൊന്നും മനസ്സിലാവണില്ല. കുഴപ്പമില്ല മാം. നമ്മളിപ്പോൾ ബോഡിയുടെ കളറിങ് ആണ് ചെയ്യുന്നത്. ഇപ്പോൾ സെക്കൻഡ് ലേഡി എന്ന് പറയുന്നത് വൈറ്റ് ഫിഗർ, അതിലെ കളറിങ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബാക്കി കളറിങ് ഡൗട്ടുള്ളതായിട്ടുള്ള ഏതൊക്കെ പാർട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ വോയിസ് നോട്ടായിട്ട് മാമിന് തരാം കേട്ടോ മാം. അപ്പം പിന്നെ വീഡിയോ കാണാതെ തന്നെ കളർ കാണുമ്പോൾ മാമിന് കുറേ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഈ ബോഡിയുടെ കളറ് അല്ല നമ്മുടെ ഡ്രസ്സിലൊക്കെ വരുന്ന കളേഴ്സ്, ഇപ്പോൾ ഈ കളറൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കും. അങ്ങനെയുള്ളതിന് വോയിസ് നോട്ട് തരാം കേട്ടോ മാം. ചെയ്യാത്ത കാരണം പിന്നെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാനും മടിയാ. അത് കുഴപ്പമില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ കൂടെ തന്നെ അങ്ങനെ പോയേനെ. മാമിന്റെ പോകുമായിരുന്നു. കവിതാ മാം ഉണ്ട്. കവിതാ മാം നല്ലതായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് കണ്ണൊക്കെ സുഖമില്ലാതിരുന്ന് കുറച്ച് ക്ലാസ്സുകളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ മാമിന്റെ പിക്ചർ ഭയങ്കര രസമുണ്ട്. ഞാൻ കണ്ടത്. ആണോ? ഞാൻ കണ്ടില്ല. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണേ മാം. കവിതാ മാം ഇത് കഴിഞ്ഞു ചെയ്യാം മാം. ആ ഡോട്ടിങ് എനിക്ക് ആ ബോർഡർ എങ്ങനെയാന്നുള്ളത് പിടുത്തായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. ഞാൻ ഫിഗറിന്റെ ഭംഗിയാണ് നോക്കിയത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മതി മാം. ഓക്കെ. ഇതിൽ നമ്മളിപ്പം ചെയ്യുന്നത് ബോഡിക്ക് നമ്മളൊരു വൈറ്റ് ഫേസ് ആണ് കൊടുക്കുന്നത്, വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. പക്ഷെ ചെറിയൊരു ഇത് നമ്മൾ പ്യുവർ വൈറ്റ് ഇടുന്നില്ല. അപ്പോൾ നമ്മൾ 1.5 ഡ്രോപ്പ് യെല്ലോ ഓക്കറും 1 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡുമാണ്. അതിൻ്റെ ഒരു 10 ഇരട്ടിയോളം അളവിൽ നമ്മൾ വാട്ടർ ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ വെള്ളത്തിൽ വളരെ ഡൈല്യൂട്ടായിട്ടുള്ളൊരു കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. 1.5 ഡ്രോപ്പ് യെല്ലോ ഓക്കർ 1 ഡ്രോപ്പ് സ്കാർലറ്റ് റെഡാണ് കേട്ടോ. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 000 ബ്രഷ് കൊണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഡോട്ട് ഇടുന്നത്. നമുക്ക് കൈയുടെ ഭാഗത്താണ് കൊടുക്കുന്നത് കേട്ടോ. കൈയുടെ ഭാഗത്ത് കൊടുക്കാം.
ഇതിനകത്ത് നമ്മൾ ആ ഫസ്റ്റ് ഡോട്ട് ഈ കളർ നല്ലപോലെ വെള്ളം ചേർത്ത് കൈയുടെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് വളരെ ഫുള്ളായിട്ട് കൊടുക്കും. പക്ഷേ സെക്കൻഡ് കോട്ട് നമ്മൾ ചെയ്യുമ്പം ഫുള്ളായിട്ട് കൊടുക്കത്തില്ല. എന്നിട്ട് ഞാൻ കളർ എടുത്തിട്ട് ബാക്കി അതിനകത്തുള്ള കൂടുതൽ കളറിനെ കയ്യിലോട്ട് മാറ്റുകയാണ് കേട്ടോ. ആ ബ്രഷ് ഒന്ന് ഡ്രൈ ആക്കിയതാണ്. ഡ്രൈ ആക്കിയിട്ട് അതിൻ്റെ ഔട്ടറിൽ മാത്രമേ സെക്കൻഡ് ഡോട്ടിലോട്ട് പോകുള്ളൂ. കാരണം വൈറ്റ് ഫിഗറാണ്, നമുക്ക് അതിൻ്റെ ഒരു പ്യൂരിറ്റി വൈറ്റ് നഷ്ടപ്പെടുത്തണ്ട. അപ്പോൾ നമുക്ക് ഔട്ടർ മാത്രം സെക്കൻഡ് കോട്ടിൽ ചെയ്താൽ മതി കേട്ടോ. അതിൻ്റെ ഔട്ടറിനനുസരിച്ച് മാത്രം ചെയ്താൽ മതി. പക്ഷേ എന്നാൽ അടിയിലത്തെ കളറുമായിട്ട് ലയിച്ച് വരികയും വേണം. അതൊരു ബോർഡറായിട്ട് നിൽക്കരുത്. ആ ഒരു സ്കിൻ ടോൺ കുറച്ചുകൂടെ സ്ഥാനത്ത് വേണം കേട്ടോ. ഒരു ഓറഞ്ചാണ് നമുക്ക് കളർ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ അതൊരു ഡൾ ഓറഞ്ചാണ് കേട്ടോ. നമ്മുടെ സാധാരണ ഓറഞ്ച് അല്ല. നമുക്കറിയാം യെല്ലോയും റെഡും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കളറെന്ന് പറയുന്നത് ഓറഞ്ചാണ്. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ആ ഒരു കളറിങ്ങാണ് കേട്ടോ. ഒരു സ്കിൻ ടോൺ പോലെ തോന്നാനാണ്, നമുക്കൊരു സ്കിൻ ടോണാണ് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചത്. പക്ഷെ വൈറ്റിലൊരു സ്കിൻ ടോൺ വരുന്നത് കേട്ടോ. ZZZ ബ്രഷാണ്. ഒരു 90 ഡിഗ്രി ലെവലിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ അതൊരു ബോർഡർ പോലെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടാവരുത്. അടിയിലത്തെ കളറുമായിട്ട് എപ്പോഴും നമ്മുടെ ആ ഒരു കളർ. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ ആ ബ്രഷിൻ്റെ മാക്സിമം കളർ തീരുന്നത് വരെ ആ ഡോട്ടിനെ ലയിപ്പിച്ച് കൊണ്ടായത്. അപ്പോൾ കളർ കുറയുമ്പം ബ്രഷ് ലൈറ്റായിട്ടേ വരത്തുള്ളൂ. അത് മുകളിലോട്ട് പോകുന്തോറും ഒട്ടും കളറില്ലാത്തൊരു ഫീലിൽ വരും, ലയിച്ച് നിൽക്കുകയും ചെയ്യും കേട്ടോ. ആ രീതിയിൽ നിങ്ങൾ ഈ വലിയ ഏരിയകളിൽ ആദ്യം ചെയ്ത് നോക്കുക. കളർ കൂടുതൽ ബ്രഷിലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ബോർഡറിൻ്റെ അടുത്തോട്ട് പോകും. അല്ലാതെ അത് ഒരിക്കലും നടുക്കോട്ട് ചെയ്യരുത്. അപ്പം ഒരു സെക്കൻഡ് കോട്ട്, ഒരു തേർഡ് കോട്ടിൽ ഡോട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വൈറ്റ് കളർ ഒരുപാട് ഇങ്ങനെ ഡോട്ട് വേണ്ട. അതൊന്ന് തിരിച്ചറിയത്തക്ക വിധത്തിൽ ഈ ഭാഗമൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. നമ്മൾ ഇതിനകത്ത് അധികം വെള്ളം ചേർത്ത് സ്മജ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് തേർഡ് കോട്ട് ഉടനെ ചെയ്യാൻ പറ്റും. കുറച്ചൊന്ന് ഉണങ്ങും. ഇതിങ്ങനെ നമ്മൾ ഈ വൈറ്റ് ഏരിയകളിലൊക്കെ ചെറുതായിട്ട്, പക്ഷെ നമുക്ക് ഡോട്ടൊന്നും ഭയങ്കരമായിട്ട് കാണണ്ട കേട്ടോ. എന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് നന്നായിട്ട് ഡോട്ട് മനസ്സിലാക്കും. നല്ലൊരു സ്മഡ്ജിങ് മതി. നമുക്കിപ്പോൾ ചെറിയ ചെറിയ പിക്ചേഴ്സുകൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന പിക്ചേഴ്സിൽ ഭയങ്കരമായിട്ട് ഡോട്ടിട്ട് ഫലിപ്പിക്കണമെന്നില്ല. ചിലപ്പോൾ അത് ശരിയാവണമെന്നില്ല. ഡോട്ട് വർഷങ്ങളുടെ ഒരു പ്രയത്നമായിട്ടാണ് ഡോട്ടെന്ന് പറയുന്നത് സ്മഡ്ജ് ചെയ്ത് വരുന്ന രീതിയിൽ നമുക്കാകുന്നത്.
ഫസ്റ്റ് പിക്ചറിലൊക്കെ കഴിയുന്നത് നമ്മൾ ഒന്ന് ലയിപ്പിച്ചെടുത്തിട്ട് ചെറിയൊരു ഡോട്ട് ഈ ഔട്ടറിൽ മാത്രം വളരെ ലൈറ്റായിട്ടുള്ള കളർ കൊണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ചിത്രത്തെ മാക്സിമം ഭംഗിപ്പെടുത്താൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഞാൻ പിന്നെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം കിട്ടത്തക്ക വിധത്തിൽ പഠിപ്പിക്കുന്നതേ ഉള്ളൂ. ഒരു ഡോട്ട് ഇടുന്നതിൻ്റെ ചെറിയ ഇതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അതിലൊക്കെ ഞാൻ കുറച്ച് ഒന്നാക്കിയിട്ടാണ് ചെയ്യുന്നത്. തേർഡ് കോട്ടൂടെ ആ ഭാഗങ്ങളിൽ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഫേസിലോട്ട് പോവുകയാണ്. ഫേസിലാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഫേസിൽ നമുക്ക് ഡാർക്കായി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തൊക്കെ ഫുൾ വൈറ്റ് ഇട്ടിട്ട് വേണം ചെയ്യാം. ഇപ്പോൾ വൈറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ മുഖത്ത് മാത്രം ഇട്ടാൽ മതിയോ? മുഖത്ത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെ ഇടണം? ബോഡിയിൽ, അല്ലെങ്കിൽ മുഖത്ത് വീണ്ടും റീപെയിൻറ്റ് ചെയ്ത് വരുമ്പം അതൊരു മാസ്ക് പോലെ തോന്നും. അപ്പോൾ അത് തോന്നാതിരിക്കാൻ നമ്മൾ വീണ്ടും എല്ലാ ഭാഗങ്ങളും കൈയും കാലും എല്ലാം വൈറ്റിട്ട് തന്നെ കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സ്കിന്നുകളിൽ വരുന്ന കളറിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ അതിൻ്റെ ബോഡി പാർട്ടുകളെല്ലാം ഒരുപോലെ മാറ്റണം. അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ പാച്ച് വർക്ക് ചെയ്തപോലെ ഒരു ഫീലായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മളിതിപ്പോൾ അറ്റത്ത് മാത്രമാണ് ഷെയ്ഡ് ചെയ്ത് പോകുന്നത്. വളരെ ലൈറ്റായിട്ടുള്ളൊരു കളറാണ്. അറ്റത്ത് നിന്ന് എടുക്കുന്ന കളറാണ്. ഇതിനകത്ത് ഇപ്പം ഈ ഡോട്ടുകൾ കുറച്ച് ഡാർക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ഇതിനെ ഒന്ന് സ്മജ് ചെയ്യുന്നു കേട്ടോ. ചിലപ്പോൾ നമ്മൾ ആ നിൽക്കുമ്പം സെപ്പറേഷൻസ് തോന്നുന്നത് നമുക്കങ്ങനെ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അത് ഉണങ്ങുന്നതിന് മുമ്പ് കേട്ടോ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്മജ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു കളർ നന്നായിട്ട് ലയിച്ച് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് മൂക്കിൻ്റെ ഇവിടെ ഒന്ന് ചെയ്തിട്ട് കണ്ണിൻ്റെ ഇവിടെ ചെയ്യാം കേട്ടോ. മൂക്കിൻ്റെ ഇവിടെ കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ചെറിയ ഇപ്പോൾ കുറച്ച് ഡാർക്കായിട്ട് കാണിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കേട്ടോ. ഇത്രയും ഡാർക്ക് കൊടുക്കണ്ട, കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ലൈറ്റായിട്ട് കൊടുത്താൽ ഫസ്റ്റ് കോട്ടൊക്കെ ചെയ്യുമ്പോൾ ശരിയായില്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. എന്നിട്ട് നടുക്കൊരിക്കലും നമ്മൾ ഷെയ്ഡ് ഡോട്ടോ കൊടുക്കത്തില്ല. നമ്മൾ ഡോട്ട് കൊടുക്കുന്നത് ഈ ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ. ഇതിൻ്റെ ഈ ലയിച്ച് നിൽക്കുന്ന കളറിനെ അറിയാത്ത രീതിയിൽ അതിനെ മാത്രമാണ് ഷെയ്ഡായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴാണ് മൂക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. മൂക്കിൽ നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ട. നമുക്ക് ക്യാൻവാസ് പ്രതല വൈറ്റ് തന്നെ അങ്ങനെ കൊടുത്ത് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ഷെയ്ഡ്.
കണ്ണിന് ഒരു ചെറിയ ലൈൻ പോലെ കൊടുത്തിട്ട് അതിൻ്റെ താഴെന്ന് കൊടുക്കുന്നതായിരിക്കും. ഇതിൽ നമ്മൾ ഐബ്രോസിൻ്റെ അവിടെ ഒരു ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കണ്ണിൻ്റെ മേളിലായിട്ട്. പിന്നെ ഈ ഒരു നടുക്കത്തെ വരയുടെ അപ്പുറം അപ്പുറമാണ് ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. കണ്ട ചെറിയൊരു ഷെയ്ഡ് കേട്ടോ. അത് ഇച്ചിരി കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്. അവിടെ വേണമെങ്കിൽ ഡാർക്കും കൊടുക്കാം ലൈറ്റും കൊടുക്കാം. ഐബ്രോസിൻ്റെ താഴോട്ട് ഒരിക്കലും നമ്മൾ ഷെയ്ഡ് ഡാർക്ക് കൊടുക്കാറില്ല കേട്ടോ. കണ്ണിൻ്റെ മേളിൽ വരുന്ന വര നമുക്ക് ഡാർക്കാക്കിയും കൊടുക്കാം ലൈറ്റായിട്ടും കൊടുക്കാം. അത് അതിൻ്റെ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്കതിൻ്റെ കൺപോള തുറന്നിരിക്കുന്ന പോലൊരു ഫീൽ അതിനകത്ത് വരത്തുള്ളൂ. അതേസമയം ഐബ്രോസിൻ്റെ മേളിൽ എപ്പോഴും ഐബ്രോസിൻ്റെ താഴെ എപ്പോഴും ഹൈലൈറ്റ് ആണ്. ഐബ്രോസിൻ്റെ മുകളിൽ ഡാർക്ക് ഷെയ്ഡ് വരും. ഞാൻ ഇന്ന് കുറച്ച് വർക്ക് തരും, കുറച്ച് ടൈം ആയാലും. കാരണം നാളെ എനിക്ക് ക്ലാസ് എടുക്കുന്നതാണ്, ഒരു മാരേജ് ഫംഗ്ഷനാണ് എടുക്കുന്നത്. അത് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബ്ലാക്ക് എഴുതുന്ന ലെവലിൽ നമുക്കിന്ന് തീർക്കണം കേട്ടോ. നമുക്കിന്ന് അവധി ആയതിന് കുഞ്ഞുങ്ങളുടെ ഒരു പ്രോഗ്രാമും ഉണ്ട്. അപ്പം ഈ ഒരു ലെവലിലാണ്. ഇനി നമ്മൾ കണ്ട ഈ ചുണ്ടിൻ്റെ എൻഡിൽ കേട്ടോ ചെറിയൊരു റൗണ്ട് പോലെ ഒക്കെ. അപ്പോൾ അതിനകത്ത് കുറച്ചൊരു സ്മൈൽ വരും കേട്ടോ. പിന്നെ ഈ ചുണ്ടിൻ്റെ താഴെയും ചെറിയൊരു ഡാർക്ക് നമുക്ക് ഡോട്ടായിട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഡാർക്ക് ഭാഗങ്ങളാണ് കേട്ടോ. ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡാർക്ക് ഷെയ്ഡ്സുകളാണ്. അത് നമുക്ക് ഒരിക്കൽ ചെയ്ത് നമ്മുടെ അടുത്ത തേർഡ് കോട്ടൂടെ ആകുമ്പോൾ ഒരു ഫിനിഷിങ് കോട്ടിലോട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതാണ് ഇത് ബോഡിയുടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ചെറിയ ചെറിയ വിട്ടുപോയ ഭാഗങ്ങളൊന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലാസ്റ്റ് പറഞ്ഞു തരാം. ഇതിനകത്ത് ഇവിടെ റെഡ് തന്നെയാണ് കേട്ടോ. വേറെ റെഡ് തന്നെ ഞാൻ വിട്ടുപോയതാണ്. ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഓർണമെൻറ്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോൾ സ്കിൻ കളറാണ് കൊടുത്തത് കേട്ടോ.
സ്കിൻ കളറിൻ്റെ തന്നെ അങ്ങ് ഷെയ്ഡ് കൊടുത്തത്, ബോഡിയുടെ തന്നെ കളറിൻ്റെ ഷെയ്ഡ് കൊടുത്താൽ കേട്ടോ ആ ഒരു ഭാഗത്ത് വരുന്നത്. പിന്നെ നമുക്കിനി ഈ വരുന്ന ബോൾസുകളാണ് കേട്ടോ, ഈ തലയിൽ നിന്ന് വരുന്ന ബോൾസുകളാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ചിലതിൽ കാഡ്മിയം യെല്ലോ തന്നെ ഫുള്ളാക്കി കൊടുക്കും, ചിലത് വൈറ്റാണ് കേട്ടോ. വൈറ്റിന് നമ്മളൊരു ചെറിയ ബ്ലൂ ഷെയ്ഡാണ് കൊടുക്കുന്നത്, ചിലത് നല്ല റെഡിഷുമാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ ഒരെണ്ണം ഇപ്പോൾ കാഡ്മിയം യെല്ലോ തന്നെ ഫുള്ളായിട്ട് അങ്ങ് കൊടുക്കുകയാണ്, ഷെയ്ഡ് മാത്രം നമുക്ക് മാറ്റി കൊടുക്കും കേട്ടോ. ഒരെണ്ണം കാണാമല്ലോ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഭാഗം കാണാവോ? കാഡ്മിയം യെല്ലോ കേട്ടോ, 1 2 ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. എന്നാലും ഞാൻ രണ്ടെണ്ണം ഇപ്പം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പല പല കളറിലാണ് നമ്മൾ ആ കുഞ്ചലം പോലെ പഴയ രീതിയിൽ ചെയ്യുന്നതാണ്. അത് കുറച്ച് ഡാർക്കായിട്ട് ആ കളർ വരും, എങ്കിലും അതിനൊരു ഭംഗിയുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഒരെണ്ണം ക്രിംസൺ റെഡ് കൊടുക്കുകയാണ് കേട്ടോ. ക്രിംസൺ ലേക്ക് എന്ന് പറയുന്ന റെഡ് തന്നെ കുറച്ച് ഡാർക്കായിട്ട്, ഒരുപാട് വെള്ളം ചേർത്തിട്ടല്ല, നമുക്ക് ഒരുപാട് കോട്ടൊന്നും ചെയ്യേണ്ട, ചെറിയ ഏരിയയല്ലേ. ഇതിനകത്ത് നമ്മൾ ഈ റെഡിൻ്റെ മ്യൂറൽ റെഡിൻ്റെ ഷെയ്ഡ് കൊടുക്കണമായിരുന്നു, ഞാൻ കൊടുത്തിട്ടില്ല. അതുകൂടെ കൊടുത്താൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരും, അത് ഞാൻ കൊടുത്തോളാം കേട്ടോ. ഇങ്ങനെ നമുക്ക് ഈ 2 ഫിഗറിലും ഇതുപോലെ കുഞ്ചലമുണ്ട്. ക്രിംസൺ റെഡൊക്കെ ഡാർക്കായിട്ട്, അതിനകത്ത് വേറെ കളർ വെച്ച് നമ്മൾ ഷെയ്ഡ് അപ്ലൈ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഇതിൽ മറ്റേ ഇനി നമുക്ക് ഇതിനകത്ത് ലൈറ്റ് ഗ്രീൻ കൊടുക്കാം. ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ കാഡ്മിയം യെല്ലോയും സാബ് ഗ്രീനും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ ആവും കേട്ടോ. ഒരു 2 3 ഡ്രോപ്പ് കാഡ്മിയം യെല്ലോ എടുത്തിട്ട് ഒരു 1/2 ഡ്രോപ്പൊക്കെ സാബ് ഗ്രീൻ മിക്സ് ചെയ്താൽ മതി. നമുക്ക് എന്തുണ്ടാവും, അല്ലെങ്കിൽ ഒരു 3 ഡ്രോപ്പ് കാഡ്മിയം യെല്ലോ എടുക്കണമെങ്കിൽ 1/2 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്താലും വളരെ ലൈറ്റായിട്ടുള്ള ലൈറ്റ് ഗ്രീൻ കിട്ടും കേട്ടോ. നമ്മൾ ലൈറ്റ് ഗ്രീൻ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യാം കേട്ടോ. ലെമൺ എല്ലാം ആയാലും കുഴപ്പമില്ല. ലൈറ്റ് ഗ്രീൻ ചിലവരുടെ കാണും, അപ്പോൾ അവർക്കും ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള കളറ് യൂസ് ചെയ്യാം, കളർ ലൈറ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും കൊച്ചു ബ്രഷ് വെച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ലതാണ്, ആ ബ്രഷ് ചീത്തയായിരിക്കും. ഞാൻ പിന്നെ ഓർക്കാതെ ചെയ്യാൻ, എൻ്റെ ക്ലാസ് ആയതുകൊണ്ട് ഓർക്കാതെ ചെയ്യാം. ഇതിൽ നമുക്ക് ഷെയ്ഡ്സ് വരും, ഈ ലൈറ്റ് ഗ്രീന്, ലൈറ്റ് ബ്ലൂ, വൈറ്റ് ഒക്കെ വരുമ്പോൾ 2 3 കോട്ടായിട്ടാണ് അതൊന്ന് ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഡാർക്ക് ഗ്രീൻ ആദ്യമേ ചെയ്യാതെ ലൈറ്റ് ഗ്രീൻ ചെയ്തിട്ട് ചെയ്യുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ യെല്ലോ ആണ്, അങ്ങനെ ചില ഭാഗങ്ങൾ ഞാൻ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ നിങ്ങളൊന്ന് ഏകദേശം കംപ്ലീറ്റ് ചെയ്തിടാം. ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങളുടെ പിക്ചർ നോക്കുമ്പോൾ അറിയാമല്ലോ, ഫിനിഷിങ് അല്ലാതെ കിടക്കുന്ന പാർട്ടുകൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അത് ഗ്രൂപ്പിൽ വാട്സപ്പ് ചെയ്ത് സൂം ചെയ്ത് ഫോട്ടോസ് ഇട്ടിട്ടേ അങ്ങനെ വരുന്ന ഭാഗങ്ങളൊന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഈ ഒരു ഫിഗർ പോകാം. ഈ ഫിഗറിൽ നമ്മളിപ്പോൾ കുഞ്ചലങ്ങൾ പല കളേഴ്സാണ് കേട്ടോ. പിന്നെ എന്താ, ലൈറ്റ് ബ്ലൂ, നമ്മുടെ പ്രഷ്യൻ ബ്ലൂവോ അല്ലെങ്കിൽ നമുക്ക് പതിലോ ബ്ലൂവോ, നമ്മുടെ ഏത് ബ്ലൂ ആണോ ആ ബ്ലൂവിന് നമുക്ക് വളരെ ലൈറ്റാക്കി ഔട്ട്ലൈൻ പോലെ കൊടുത്തു കഴിഞ്ഞാലും ബ്ലൂവിൻ്റെ ഷെയ്ഡായിട്ട് തോന്നും കേട്ടോ. ബ്ലൂവിൻ്റെ ഒരു വൈറ്റ് കളറിന് നമ്മൾ കൊടുക്കുന്നൊരു ചെറിയ ഷെയ്ഡാണ്. ഈ രീതിയിൽ നമുക്ക് വളരെ ലൈറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇവിടെ റെഡൊക്കെ കുറച്ച് ഡാർക്കായി വരുമ്പോൾ നല്ല രസമാണ്. ഇതിനകത്തൊരു പേൾസ് ഉണ്ട്, അതും നമുക്ക് ചെറിയൊരു ഗ്രേ കളർ ഷെയ്ഡ് അല്ലെങ്കിൽ ബ്ലൂ കളർ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെറിയൊരു സർക്കിൾ കൊടുത്തെടുക്കാം. ബ്ലൂ കളർ ലൈറ്റായിട്ട്, പ്രഷ്യൻ ബ്ലൂ വളരെ ലൈറ്റാക്കി ഇങ്ങനെ ഒരു സർക്കിൾ നമുക്ക് വരച്ചെടുക്കാം. മഞ്ഞ കളർ വേണ്ട, യെല്ലോ വേണ്ട, പകരം വൈറ്റായിട്ട് തന്നെ. ഞാൻ ബ്ലാക്ക് ഇട്ട് ഔട്ട്ലൈൻ മാത്രം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഷെയ്ഡ് ചെയ്യണമെന്നുള്ളവർക്ക് ചെറിയൊരു ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ചെറിയൊരു സർക്കിൾ വരയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെയാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് വൈറ്റ് തന്നെയാണ് ഈ ഒരു ഭാഗമൊക്കെ കിടക്കുന്നത്. ഇവിടെ ലൈറ്റ് ഗ്രീൻ ചെയ്തതിന് ചുറ്റും നമുക്ക് സാബ് ഗ്രീൻ വെച്ചിട്ട് അല്ലെങ്കിൽ
സാബ് ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഡാർക്കാവും കേട്ടോ. സാബ് ഗ്രീൻ മാത്രം ആയാലും മതി. സാബ് ഗ്രീൻ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് വെച്ചു ലൈറ്റ് ഗ്രീൻ മാത്രം ചെയ്തിടും കേട്ടോ. ഇവിടെ ഗ്രീനൊന്നും ഞാൻ 2 കോട്ട് കൊടുത്തിട്ടില്ല. 2 or 3 കോട്ട് കൊടുത്ത് നിങ്ങൾക്കത് ഫിനിഷ് ചെയ്യാം. മ്യൂറൽ റെഡ് കൊടുത്തിരിക്കുന്നത് 2 or 3 കോട്ട് കൊടുത്ത് നല്ല ഡാർക്ക് പലരും ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെയ്യാത്തവർക്ക് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഉള്ളത് ബേൺസീനയുടെ ഷെയ്ഡ്സാണ് കൂടുതലും വരുന്നത് കേട്ടോ. ഇവിടെ വരുന്ന ചെലങ്കിയിലും ബേൺസീനയാണ് ചെയ്യുന്നത്. അത് ഞാൻ ചെയ്യുന്ന സമയത്ത് കാണിക്കും. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് ഇവിടെ ഒരു വൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അതുകൊണ്ട് നമുക്ക് ക്രിംസൺ റെഡിൻ്റെ തന്നെ ലൈറ്റായിട്ടൊരു പിങ്ക് ഷെയ്ഡ് പോലെ കൊടുക്കും. ക്രിംസൺ റെഡിൽ കുറച്ചൊന്ന് വെള്ളം ചേർക്കുകയാണെങ്കിൽ അതൊരു പിങ്ക് ഷെയ്ഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫുള്ളായിട്ടല്ല, കുറച്ചിങ്ങനെ ഒന്ന് വെള്ളം ചേർത്ത് ചെയ്ത് കഴിഞ്ഞാൽ മാം ഏറ്റവും താഴെ എല്ലാ ഫ്രില്ലില് സാബ് ഗ്രീൻ കൊടുത്ത് വരയല്ലേ കൊടുത്തിരിക്കുന്നത് മാം? ഇത് സാബ് ഗ്രീൻ വരെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ താഴെ ഒരു വൈറ്റ് ഉണ്ട്. അവിടെ വേണമെങ്കിൽ യെല്ലോ കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വൈറ്റ് വെച്ച് ക്ലിയർ ആക്കണം. അത് ഞാൻ ഇന്ന് ക്ലിയർ ആക്കിയിട്ട് ഫോട്ടോ ഇടാവേ. ഇന്ന് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പിന്നെ മുടിപ്പൂ എങ്ങനെയാ വരയ്ക്കണ്ടേ മാം അവിടെ? മുടിപ്പൂ എവിടെ? ഈ ഹെയറിലല്ലേ വരുന്നേ? അതെ അതെ അതെ. അത് ഹെയറിൽ നമുക്ക് ബ്ലാക്ക് കൊണ്ട് ചെറിയ 3 പോലെയോ ചെറിയ പൂക്കളായിട്ട് വരയ്ക്കുന്നത്. ബ്ലാക്ക് വരയ്ക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. അതിനകത്ത് വളരെ ചെറിയ ഏരിയ ആയതുകൊണ്ട് ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഷെയ്ഡ്സ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൂ വെച്ച് തന്നെ ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് ബ്ലൂ വെച്ച് തന്നെ കുറച്ച് വീതിക്ക്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ നമുക്കൊരു ചെറിയ ഷെയ്ഡായിട്ട് ബ്ലൂ കളർ വെച്ച് കൊടുക്കാം കണ്ടോ. എന്നിട്ട് ബ്ലാക്ക് കൊടുത്താൽ ബ്ലാക്ക് അതിൻ്റെ ഔട്ടറായിട്ട് കൊടുക്കുക. അപ്പം അതൊരു ഷെയ്ഡായിട്ട് നിൽക്കും. അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പ്യുവർ വൈറ്റായിട്ട് വിട്ടിട്ട് ബ്ലാക്ക് വെച്ച് നമുക്ക് ചെയ്താലും മതി. ഇനിയുണ്ട് കൈയുടെ പട്ടുണ്ട് കേട്ടോ. കൈയുടെ പട്ട് അത് ഗോൾഡ് വെച്ച് നിങ്ങൾ ചെയ്തോന്ന് അറിയത്തില്ല. അത് ബേൺസീനയുടെ കളേഴ്സാണ് ഇനി അടുത്ത് നമ്മൾ കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ചിലങ്ക, ഇവിടെയുള്ള കയ്യിലുള്ള സ്ലീവിലുള്ള ഡിസൈൻസ്, ബാക്കി ഡിസൈൻസ് കൂടുതൽ ബേൺസീന യൂസാണ് കേട്ടോ. അപ്പോൾ ഈ ഫിഗറിൽ പിന്നെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അതും നമ്മൾ ഈ കച്ചവാളിൻ്റെ കളറുകളാണ്. മ്യൂറൽ റെഡും ഗ്രീനുമാണ്. പിന്നെ പച്ച സാരിയുടെ മുന്താണിയില് മാം ഒരു യെല്ലോ അടിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടെ സാരിയുടെ ചെയ്യണം. അതിപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ട്. സാരിയുടെ മുന്താണി പച്ച സാരിയുടെ പച്ചയുടെ കാണിക്കും. പച്ച ഫിഗർ വന്നില്ല. ഈ ഒരു ഫിഗർ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് എവിടേക്കാണ് വിട്ട ഭാഗമെന്ന് നോക്കിയിട്ട് മറ്റേ ഫിഗറിലോട്ട് പോകാം കേട്ടോ. ഇതിലിനി നമ്മൾ സാരിയാണ് ഇപ്പോൾ ആദ്യം ചെയ്യുന്നത് കേട്ടോ. ഇതിനകത്ത് സാരിയാണ്. ഇതിനകത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളരെ ലൈറ്റായിട്ടുള്ളൊരു ഓറഞ്ച് മാത്രമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സ്കാർലറ്റ് റെഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്കാർലറ്റ് റെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ചെറിയ ഡോട്ടോ ചെറിയ ലൈൻസോ ഒക്കെ കൊടുക്കാൻ പറ്റും. ലൈൻസ് മീൻസ് എന്ന് വെച്ചാൽ ചെറിയ ഡിസൈൻസുകൾ, ഇൻഡു പോലെയൊക്കെയുള്ള ഡിസൈൻസുകൾ സാരിയിൽ കൊടുക്കാൻ പറ്റും. സാരിയുടെ കുറച്ച് ഈ സാരിയിൽ തന്നെ കുറച്ചൊരു ഗ്യാപ്പ് അവിടെ വന്നിട്ടില്ലേ മാം? അവിടെ എന്താ ചെയ്യാൻ പോണത്? ഇവിടെയല്ലേ ഇത് ഈ ഗ്രീനാണ് കേട്ടോ. ഇവിടെ ഇതുപോലൊരു ബോർഡറും വരും, ഇവിടെ ഗ്രീനും വരും. ഞാൻ വൈറ്റ് ഒരു കോട്ട് ഇട്ട് പിന്നെ നമുക്ക് വിട്ടുപോയതാണ് കേട്ടോ. അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഇട്ട് തരാം കേട്ടോ. ഞാൻ ഇന്ന് സമയമുണ്ടായിരുന്നു, പക്ഷെ ഞാനിന്ന് ചെയ്യണമെന്ന് മറന്നേ പോയി ഒരു കിച്ചണിൻ്റെ കാര്യം. നാളെ ഇനി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി നാളെ ചെയ്യണം കേട്ടോ. ഇന്ന് കുറേ മാം പിന്നെ ആ ബോർഡറിലെ കംപ്ലീറ്റ് ഡിസൈൻ്റെ ഓരോ സൈഡിൽ മാം ഒന്ന് എങ്ങനെ ചെയ്യേണ്ടത്? ഗ്രീൻ ഒന്ന് ഇട്ടാൽ മതി ഒരു സൈഡ് എവിടെയെങ്കിലും ഒക്കെ. അത് ഞാൻ ഇതിപ്പോൾ യെല്ലോയ്ക്ക് ഇട്ട് തുടങ്ങിയതാണ്. അത് മാക്സിമം ഇട്ട് തരാം കേട്ടോ. അത് മാക്സിമം ചെയ്തു വലിയ വ്യത്യാസം വരത്തില്ല, ചെയ്തു തരാം. അപ്പോൾ ഈ ഫിഗറിൽ നമ്മളിത് സാരിയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്കാർലറ്റ് റെഡാണ് എടുക്കുന്നത്. സ്കാർലറ്റ് റെഡ് 1 ഡ്രോപ്പ് കളറ് 2 ഡ്രോപ്പ് വാട്ടർ, അത്രയും നമ്മൾ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് വാട്ടർ. കൂടുതൽ വെള്ളം എടുക്കുന്നില്ല, കുറച്ച് കട്ടിക്കാണ് കളർ യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ല മൈന്യൂട്ടായിട്ട് തന്നെ ഇതിൻ്റെ ഔട്ട്ലൈൻസ് മാത്രമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ലയിപ്പിക്കുന്നൊന്നുമില്ല. കുറച്ച് വീതിക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻസുകൾ
ഹൈലൈറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ആ വരച്ചിരിക്കുന്നതിൻ്റെ. കാരണം നമ്മൾ നല്ലപോലെ ഇതിനകത്ത് സ്മജ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിനകത്ത് ഒരുപാട് ലേപ്പീരൊന്നും ആവശ്യമില്ല എല്ലാ ഔട്ടറിലും. പിന്നെ നമുക്കിതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഡോട്ടോ ചെറിയ റൗണ്ടോ ഇൻഡോ ഒക്കെ ഈ കളർ വെച്ച് കൊടുക്കാം. ഞാൻ കൊടുക്കുന്നില്ല. നമ്മൾ ഓർണമെൻറ്റ്സൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മളതിനകത്ത് കൊടുക്കുന്നില്ല. ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഡ്രസ്സുകളിലും ഇങ്ങനെ ഒരു ഫില്ലിങ് എഫക്റ്റ് കാണിക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കാണിക്കാം. ഞാൻ എവിടെയെങ്കിലും ഒരിടത്ത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണിക്കാതെ എനിക്ക് ഫുള്ള് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടില്ല, പിന്നെ മടി പിടിക്കും. അത് ചെയ്താൽ ഫുള്ള് നമ്മൾ കുത്തിയിരുന്ന് ചെയ്യണം. മാം ഇത് ക്രിംസണും സ്കാർലറ്റും ആണോ? ഇല്ല, സ്കാർലറ്റ് മാത്രം. ഒരു ഡ്രോപ്പ് സ്കാർലറ്റിൻ്റെ കൂടെ 2 ഡ്രോപ്പ് വാട്ടർ കേട്ടോ. കുറച്ച് കട്ടിക്കാണ് കളർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര വെള്ളം ചേർത്ത് ലൈറ്റ് കളറല്ല. നമ്മൾ പല കളറിൻ്റെ പുറത്താണ് ചെയ്യുന്നതുള്ളതുകൊണ്ട് നമുക്ക് ഡാർക്കായിട്ട് അത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആ ബോർഡേഴ്സുകളും അതിൽ ലൈൻസുകളും ഒക്കെ ഒന്ന് എടുത്ത് കാണിക്കും കേട്ടോ. അത് പ്രത്യേകിച്ച് താഴെയുള്ള പ്ലേറ്റുകളിൽ. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഗ്യാപ്പ് കിടക്കുകയാണെങ്കിൽ ഇതുണ്ട് ഇതുപോലെ കുറച്ച് വെള്ളം കുറച്ചിട്ട് ഇതിന് വേണം. ജസ്റ്റ് ഒരു ഇൻഡുവാണ് കേട്ടോ. ഇങ്ങനെ ഈ ഭാഗത്ത് കൊടുത്താലും അത് കാണാനായിട്ട് നല്ല രസമാണ്. കുറച്ച് കളർ കുറഞ്ഞ് ഇതിൽ ഞാൻ ആ ക്ലാസ് ടൈമിൽ ചെയ്തുകൊണ്ട് ഒരു ഫിനിഷിങ് കുറവുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിൽ കുറച്ചുകൂടി ഒന്ന് ഓറഞ്ച് ഇട്ടതിന് ശേഷം ലൈറ്റ് ഓറഞ്ച് ഇട്ടിട്ട് ഞാൻ ഈ സ്കാർലറ്റ് വെച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു ഭാഗങ്ങളിൽ കുറച്ചൊരു ഫിനിഷിങ് കുറവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇതിൽ വേണ്ട നമ്മളിത് ഈ വരകളെല്ലാം നല്ലപോലെ സ്കാർലറ്റ് വെച്ചിട്ട് ഇവിടെയും നമുക്കിതുപോലെ ഇൻഡു കൊടുക്കാം കേട്ടോ. ഇൻഡു കൊടുക്കാൻ വെറും നമ്മൾ ഈ പഴയ സിനിമകളിലൊക്കെ കാണുന്ന ഒരു റൗണ്ട് ഉണ്ടല്ലോ, ചെറിയൊരു സർക്കിൾ, അങ്ങനെയും നമുക്ക് കൊടുക്കാം. അതൊക്കെ അതിൻ്റെ ഡിസൈനായിട്ടും കുറച്ചിങ്ങനെ നല്ല കൂടിയൊരു ഡ്രസ്സിൻ്റെ ഒരു ഫീല് തോന്നാനൊക്കെ ഈ പിക്ചേഴ്സിൽ ഇനി എവിടെയൊക്കെയാണ് ഞാനൊന്ന് മാക്സിമം ചെയ്തിടാം. ഓർമ്മയുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം എവിടെയാണ് നിങ്ങളുടെ വൈറ്റായിട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ അതൊന്നും കംപ്ലീറ്റ് അല്ലാതെ തോന്നുന്ന ഫീലുള്ളത് എനിക്കൊന്ന് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ തന്നെ ഇട്ടത്. ഇപ്പോൾ എല്ലാവർക്കും അതിന് കൃത്യമായിട്ടൊരു മറുപടി എനിക്ക് തരാൻ പറ്റുമല്ലോ, ഇന്ന കളറാണെന്നുള്ളത് തരാൻ പറ്റും. നമുക്ക് ചിലപ്പോൾ 1-2 ദിവസം, ചിലപ്പോൾ വ്യാഴാഴ്ച ആയിരിക്കും ക്ലാസ് വരുന്നത്. പ്രോഗ്രാം കൂടെ ഉണ്ട്. അപ്പോൾ നാളെ എന്തായാലും എനിക്ക് മാരേജ് ഫംഗ്ഷൻ പറ്റത്തില്ല, എത്താൻ പറ്റില്ല, ലേറ്റാണ്. മറ്റന്നാൾ നോക്കിയിട്ടും ചിലപ്പം വെനസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ കേട്ടോ. നമുക്ക് ഫ്രൈഡേ ക്ലാസ് കൂടെ എടുത്ത് മാക്സിമം തീർക്കണം. അതുകൊണ്ടാണ് ഞാൻ നോക്കുന്നത്. അടുത്ത ആഴ്ച ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നാൽ ഭയങ്കര തിരക്കായിപ്പോയി. 2 ക്ലാസ് കൊണ്ട് നമുക്ക് ബ്ലാക്ക് എഴുതി തീർക്കണം. പിന്നെ ആ കാർപ്പറ്റിലൊക്കെ എന്തെങ്കിലും ഷെയ്ഡിങ് ഉണ്ടോ? അതല്ല ഇപ്പം ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ ബേൺസിനെ എടുത്തില്ല. ഫിഗർ ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിലോട്ട് പോകും കേട്ടോ. ബാക്ക്ഗ്രൗണ്ടും കേട്ടോ. ഇവിടെ ചിലങ്കയൊക്കെ ഉണ്ട്, അതെല്ലാം ബേൺസിനെ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബേൺസിനെ എടുക്കുമ്പോൾ എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സാരി നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ രീതിയിലങ്ങ് പോവേ. ഇവിടെ കുറച്ചുകൂടെ ഒന്ന് ഫില്ലായി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഇടാൻ പറ്റുള്ളൂ. ഇടാണ് ഇടാത്തത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഇപ്പുറത്തെ കാലിൽ ഒരു വര പോലെ, ഈ ഒരു കാലിലല്ലേ ഒരു ചെറിയ വര പോലെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ദണ്ട് ഇതുപോലെ ഈ സ്കാർലർ റെഡ് നല്ലതായിട്ട് ഡാർക്കാക്കിക്കൊണ്ട് കൊടുക്കാം കേട്ടോ. കാണാമോ? ഞാനിപ്പോൾ ചെയ്യുന്ന ക്യാമറ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ചെയ്യുന്ന ഭാഗം കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗത്തും നമുക്കത് കൊടുക്കാം. ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതിയല്ലേ, സ്മഡ്ജ് ഒന്നും ചെയ്യണ്ടല്ലേ? നമ്മൾ 2-3 പ്രാവശ്യം ഇവിടെ നമ്മൾ ചെയ്തില്ല. ഇവിടെയൊക്കെ സ്മഡ്ജ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം കാണിച്ചു തന്നെ ഇവിടെ നമ്മൾ ആദ്യം ഒരു ലൈറ്റ് ഓറഞ്ച് കൊടുത്തിട്ട് പിന്നെ ഒരു ഓറഞ്ച് സ്കാർലറ്റും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറ്
നമ്മൾ സ്മജ് ചെയ്തിട്ടുണ്ട്, നല്ലപോലെ വെള്ളം ചേർത്ത് സ്മജ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കോട്ടാണ് നമ്മളിപ്പോൾ ഔട്ട്ലൈനിങ് ആയിട്ട് കൊടുത്തത് കേട്ടോ. അത് ആ ഡീറ്റെയിലിങ്ങിൻ്റെ ആ ഡിസൈനിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് നമ്മളിപ്പം ചെയ്തത് കേട്ടോ. അതുകൊണ്ട് അതിൽ വലുതായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കാഡ്മിയം യെല്ലോ കൊടുത്തിട്ട് നമ്മുടെ സാധാരണ ചെയ്യും പോലെ ചെയ്യാൻ കേട്ടോ. ഞാൻ അത് ഇവിടെയും വരുവേ, ഇവിടെയും ഞാനത് ജസ്റ്റ് നോക്കട്ടെ. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, അതിൻ്റെ കുറച്ച് റെഡ് എടുത്ത ബ്രഷ് ആയതുകൊണ്ട് കുറച്ച് കളറിന് വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല, ഞാൻ ഉണങ്ങിയിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഈ ഒരു കളറിങ് തന്നെ ഇവിടെ വരും. ഉണങ്ങുമ്പോൾ ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാം. അപ്പം അതങ്ങനെ ഞാനിപ്പം എൻ്റെ കയ്യിൽ നമ്മൾ സ്കിന്നിന് മിക്സ് ചെയ്ത കളർ, സ്കിന്നിനെല്ലാം ഇവിടെ ബോഡിക്ക് മിക്സ് ചെയ്തില്ലേ, ആ കളറാണ് എടുത്തത്. ശരിക്കും കാഡ്മിയം കൊടുത്താൽ അത് കേട്ടോ, നമ്മൾ ഓർണമെൻറ്റ്സിന് ചെയ്തതുപോലെ. നമുക്ക് ഈ സെക്കൻഡ് ലേഡി ഇട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് ലേഡി ഇടത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ എല്ലാം ക്യാൻവാസ് നോക്കിയിട്ടുണ്ട്. മാം ഈ ബ്ലൂ ഞെറിവിന്റെ അടിയിൽ കൊടുത്തിരിക്കുന്നത് യെല്ലോ അല്ല ഇട്ടിരുന്നത്, അതിനകത്ത് ഇപ്പൊ മാം എന്താ റെഡ് ആണോ കൊടുത്തിരിക്കുന്നത് അവിടെ? ഇതിലാണോ? അതന്നെ അത് നമ്മൾ ശരിക്കും ഓർണമെന്റ്സ് ചെയ്യുന്ന സെയിം സാധനം തന്നെ കേട്ടോ. ഓർണമെന്റ്സ് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ഒരു സ്കാർലറ്റും ബേൺസിനും കൂടി ചേർന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള കളറാണ് നമ്മളിവിടെ ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ ഷെയ്ഡ് നമുക്ക് ഈ ലേഡിയുടെ എന്താണ് ഫേസിൽ നമ്മൾ തേർഡ് കോട്ട് കൊടുത്തിട്ടില്ല. തേർഡ് കോട്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാന്ന് വെച്ചാൽ നന്നായിട്ട് ഉണങ്ങട്ടേന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ഈ വരുന്നതിൽ ഇവിടെ ഒരു ജസ്റ്റ് ഒരു ബ്ലൗസിലൊരു ഡിസൈൻസ് വരുന്നുണ്ട്. അത് നമുക്ക് എന്താണ് മ്യൂറൽ റെഡും സാബ് ഗ്രീനുമാണ് വരുന്നത് ആ ഭാഗത്ത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് വരുന്നത് ഒരു മുലക്കച്ചയുടെ കുറച്ച് ഭാഗം നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടെ ബ്ലൗസിൻ്റെ പുറത്ത് ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മ്യൂറൽ റെഡും ഡിസൈൻ എടുത്തിട്ട് കുറച്ച് ഭാഗം കേട്ടോ. എവിടെയാണ് ചെയ്തിടാം. കുറച്ച് ഡാർക്കായിട്ട് തന്നെ നമ്മൾ കച്ചവാലൊക്കെ ചെയ്യുന്നൊരു എഫക്റ്റിൽ തന്നെ ഇവിടെ സാഗ്രീൻ ചെയ്യുന്നു. അതിൻ്റെ താഴെ മ്യൂറൽ റെഡാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഒരു സ്കാർലറ്റ് റെഡും ക്രിംസണും കൂടെ മിക്സ് ചെയ്ത കളറാണ് ബ്ലൗസിന് കൊടുത്തത്. മറ്റേത് മ്യൂറൽ റെഡായിട്ടാണ് കേട്ടോ. ഇനി നമുക്കിവിടെ ഒരു ഇതിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അവിടെ നമുക്ക് ക്രിംസൺ റെഡ് അല്ലെങ്കിൽ സ്കാർലറ്റ് റെഡായിട്ടുള്ള കളേഴ്സ് കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മളൊരു ചെറിയൊരു ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ബ്ലൗസിന് കൊടുത്തതുപോലുള്ളൊരു കളർ ക്രിംസണും സ്കാർലറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളർ കേട്ടോ. ഫുള്ളങ്ങ് ഇവിടെ നമുക്ക് ചെറിയൊരു ഡിസൈന് വരുന്നുണ്ട്. കളറ് വളരെ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഇപ്പൊ എന്തിനാ മാം അവിടെ ഒരു പച്ചയൊക്കെ കൊടുത്തേ ബ്ലൗസില് നമ്മൾ അതിനകത്തൊരു ഡിസൈൻ വെച്ചപ്പം ആദ്യം ഒരു മുലക്കച്ച പോലെയാണ് കൊടുത്തിരുന്നത് കേട്ടോ. ബ്ലൗസ് കൊടുക്കാതെ മുലക്കച്ച പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഈ സാരിക്ക് ആ ഒരു കോമ്പിനേഷൻ ചേരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്ത് ബ്ലൗസാക്കി. അപ്പോൾ ശരിക്കും ആ മുലക്കച്ചയുടെ ഡിസൈൻ നമ്മൾ ഓൾറെഡി വരച്ചില്ലേ, അത് ബ്ലൗസിൻ്റെ ഒരു കോറൽ ഡിസൈൻ പോലെ നമ്മൾ അവിടെ ഒരു സാബ്രീൻ വെച്ച് പച്ച കൊടുത്തു. ഇനി ബാക്കി സ്ഥലത്ത് മ്യൂറൽ റെഡ് കൊടുക്കും. അല്ലെങ്കിൽ ഫുൾ ആയിട്ട് റെഡ് കൊടുത്താൽ പോരെ? റെഡ് കൊടുത്താലും മതി. എങ്കിൽ ചെസ്റ്റിൻ്റെ ഷെയ്ഡ് ചെറിയൊരു ഷെയ്ഡ് കാണിക്കേണ്ടി വരും ഇവിടെ നിന്ന് വരുന്നതേ. അല്ലെങ്കിൽ ഒരു പ്ലെയിൻ പോലെ ഒരു എഫക്റ്റ് വരും കേട്ടോ. ഇവിടെയാണെങ്കിൽ നമ്മൾ അത് കുഴപ്പമില്ല. ഫോട്ടോസ് സൂം ചെയ്യുന്നത് അതായത് ഇവിടെ ഈ ഒരു പിക്ചറിൽ നമ്മൾ ചെസ്റ്റ് കവർ ചെയ്തിട്ടാണ് ആ ഒരു ഷേപ്പ് ബാലൻസ് ചെയ്താണ് സാരി കാണിച്ചത്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഈ ഒരു സാരിക്ക് അങ്ങനെ കാണിക്കുമ്പോൾ ഒരു വൃത്തിയായിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഒരു ബ്ലൗസ് ആക്കി. പിന്നെ പലരും സജസ്റ്റ് ചെയ്തു
കേട്ടോ. അപ്പം അതുകൊണ്ട് ബ്ലൗസ് ആക്കി. അപ്പം ഇവിടെ ഒരു മുലക്കച്ചയുടെ ഡിസൈനുണ്ട്. അത് നമുക്കിങ്ങനെ പണ്ടത്തെ രാജകുമാരികളൊക്കെ ഇടുന്ന ഡ്രസ്സുകളിൽ ചെസ്റ്റിൻ്റെ പോർഷൻ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കത്തില്ലേ, വേറൊരു കളർ കോമ്പിനേഷൻ, അതുപോലത്തെ ഒരു ഫീലേ നമുക്കിത് ചെയ്യുമ്പോൾ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ഓക്കെ. മൊത്തത്തിൽ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്കത് നോക്കാം കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ പറയുമ്പോൾ. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇത് 2 കളർ, ഈ മ്യൂറൽ റെഡ് നമ്മുടെ ബ്ലൗസിൻ്റെ കളർ ഒരുപോലെ ഇരിക്കും. പക്ഷെ അത് ബ്ലാക്ക് ഇട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് എഴുതുന്ന സമയത്ത് മനസ്സിലാവും. ഇനി ഇവിടെ ഒരു പേളുണ്ട്. പേള് പ്രഷ്യൻ ബ്ലൂ ലൈറ്റ് ആക്കിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ പ്രഷ്യൻ ബ്ലൂവോ കൊബാൾട്ട് ബ്ലൂവോ വളരെ ലൈറ്റ് ആക്കിയിട്ട് കേട്ടോ, വളരെ ലൈറ്റ് ആക്കിയിട്ട് ചെറിയ ബ്രഷ് കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് വരച്ചെടുക്കുകയാണ്. ഫുള്ള് ഫില്ല് ചെയ്യുന്നില്ല, ഒരു ചെറിയ ഔട്ട്ലൈനിങ് ആണ് കേട്ടോ. പേൾസിന് എപ്പോഴും ഒരു ഗ്രേ എഫക്റ്റാണ് വരുന്നത് കേട്ടോ. ഇതിപ്പം ചെറിയൊരു പ്രഷ്യൻ ബ്ലൂ ആണ്, ഞാൻ വളരെ ലൈറ്റ് ആക്കിയിട്ട് ചെയ്യാണ് കേട്ടോ. വാട്ടർ ആഡ് ചെയ്യുന്നുണ്ടോ? നല്ലപോലെ വാട്ടർ ആഡ് ചെയ്യണം. 1 ഡ്രോപ്പ് കളറിന് ഒരു 5 ഡ്രോപ്പ് വാട്ടറെങ്കിലും അതിനകത്ത് ആഡ് ചെയ്യണം കേട്ടോ. എങ്കിലേ ലൈറ്റ് ആയിട്ട് വരുള്ളൂ. പ്രഷ്യൻ ബ്ലൂ നമ്മൾ നല്ല ഡാർക്കാക്കി കഴിഞ്ഞാൽ ഭയങ്കര കറുപ്പ് പോലെ തോന്നും പ്രഷ്യൻ ബ്ലൂവേ. അപ്പോൾ അത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ലൈറ്റ് ആക്കിയിട്ട് വേണം. വളരെ ചെറിയ ബ്രഷ്, വളരെ ചെറിയ മുത്തുകളാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ രീതിയിലേ ചെയ്യാവൂ കേട്ടോ. ഷെയ്ഡ് ആ വൈറ്റ് നമുക്ക് നഷ്ടം. പിന്നെ നമ്മൾ ഈ ഒരു പിക്ചർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് റൗണ്ട് വരച്ച് ആ വൈറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് വെച്ച് സ്പോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഹൈലൈറ്റ് പോലെ ഒരു പേള് തോന്നും കേട്ടോ. നമ്മൾ ഓയിൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ പേൾസ് കാണിക്കുന്ന ഇതുപോലെ ഡാർക്ക് അടിയിൽ കൊടുക്കും. പിന്നെ ഏറ്റവും പുറത്താണ് വൈറ്റ് കൊടുത്ത് ലൈറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു പേള് കറക്റ്റായിട്ട് പേള് തോന്നും. അതേ എഫക്റ്റിലോട്ട് വരും. അതുകൊണ്ട് ആയെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. കഴിയുന്നത് നമുക്കത് ഒഴിവാക്കി വിടാൻ പറ്റുമെങ്കിൽ ഒരു റിയാലിറ്റി തോന്നിക്കും. മ്യൂറലിൻ്റെ ഒരു ശൈലി ഉണ്ടാവും. അങ്ങനെ ഒന്ന് പേള് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയും വലിയൊരു ഏരിയയാണ്, അവിടെയും നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പേള് തന്നെയാണ്, ബ്ലാക്ക് ഇട്ട് എഴുതുന്നതാണ്. അപ്പോൾ അത് പേള് നമുക്ക് ഇതുപോലെ വേണമെങ്കിൽ ബ്ലൂ വെച്ച് കൊടുത്തെടുക്കും കേട്ടോ. ഷെയ്ഡൊക്കെ നമ്മൾ കുറച്ചുകൂടെ വലുതാക്കി, ഇപ്പോൾ A0 അതിനേക്കാളും വലുതായിട്ട് ഈ ഒരു ഫിഗർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇച്ചിരി വലിയ വരുന്ന വൈറ്റ് ഏരിയാസിലൊക്കെ ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പ്രഷ്യൻ ബ്ലൂ അല്ലെങ്കിൽ കൊബാൾട്ട് ബ്ലൂ ആണോ? ആ, ബ്ലൂവിൻ്റെ ഷെയ്ഡ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്, അവിടെയും ഞാനിത് കൊടുക്കുന്നു കേട്ടോ. ബ്ലൗസിൻ്റെ ഇടയ്ക്കൊരു ഡിസൈൻ വരുന്നില്ലേ, ആ ഭാഗമാണ് ഒരു ഓവൽ പോലെ. ഏത് ഭാഗമാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ബ്ലൗസിൻ്റെ എൻഡിൽ വരുന്ന ഇവിടെ പക്ഷെ ചെറുതായിട്ടാണ് കൊടുത്തത്, എന്നാലും നമുക്ക് കൊടുക്കാം. അതും ഈ സെയിം കളർ തന്നെയല്ലേ? സെയിം കളർ വൈറ്റ് ഏരിയാസ് ആണ് കേട്ടോ. വൈറ്റ് കളറിന് പ്യൂർ ബ്ലാക്ക് ഇട്ട് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ ഈ ഔട്ട്ലൈൻ കുറച്ചും ചെറിയൊരു ഷെയ്ഡ് നമുക്കവിടെ കാണാൻ പറ്റും. നമ്മൾ 1-2 പേളിൽ ഞാൻ പറഞ്ഞു, മുത്തുകൾക്കും ആ കളറാണ് പറഞ്ഞത്. ഇവിടെ കണ്ടോ നമ്മൾ ഇതിൽ വരുന്നത്. ഇതിനകത്ത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കളർ കൊടുക്കത്തില്ല, ഒരു ഔട്ട്ലൈനിങ് മാത്രം ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ആ വൈറ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കും കേട്ടോ, ബ്ലാക്ക് ചെയ്ത് വരുമ്പോൾ. ഈ ഡ്രസ്സിലുണ്ടല്ലോ പേള് അരപ്പട്ടയുടെ താഴെയായിട്ട്. ഉണ്ട്. ഇതെവിടെയുണ്ട് കണ്ടോ, അതിലും നമുക്കിത് തന്നെ കൊടുക്കാം കേട്ടോ. വൈറ്റ് പേൾസ് ആണ്. അപ്പോൾ ഈ ഗ്രീനൊക്കെ നല്ല ഡാർക്കാക്കി ബ്ലാക്ക് ലൈൻസ് വരുമ്പോൾ ഇത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും കേട്ടോ. ഏത് ബ്രഷാണ് മാം എടുക്കുന്നത് ഇപ്പോൾ? ഞാൻ 000 ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, അത് തന്നെ വെച്ചങ്ങ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് അതായത് നമ്മൾ ബ്ലാക്ക് എഴുതാൻ വേറെ 000 എടുക്കണം. നമ്മളിങ്ങനെ ഒരുപാട് യൂസ് ചെയ്യുന്ന 000 ബ്ലാക്ക് എഴുതാൻ എടുത്താൽ തിന്നാവത്തില്ല. ഇതിൻ്റെ ബ്രിസിൽസ് ഞാൻ എല്ലാ പിക്ചറിൻ്റെയും ബ്ലാക്ക് എഴുതാനായിട്ട് പുതിയ ബ്രഷാണ് എടുക്കുന്നത്. ആ ബ്രഷ് അല്ലെങ്കിൽ ആ ബ്രഷിനെ വേറൊന്നിനും യൂസ് ചെയ്യത്തില്ല. ഇതിൻ്റെ ബ്രിസിൽസ് തേഞ്ഞ് പോകും. ടിപ്പ് ലെവലില്ലാതായി പോകും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം വരെയുള്ളത് ചെയ്തിട്ടുണ്ട്. നമുക്ക് താഴോട്ട് ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മ്യൂറൽ റെഡാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം പറഞ്ഞു. മാം അപ്പൊ ഒരു ഡൗട്ട്, അപ്പൊ നമ്മളിത് ബ്ലാക്ക് എഴുതുമ്പോ ഇത്തിരി ബ്ലൂ കാണുമല്ലേ? ആ, കുറച്ച് ബ്ലൂ കാണും. നമ്മൾ ഈ ബ്ലൂവിൻ്റെ എൻഡിലാണ് എഴുതുന്നത് കേട്ടോ. ബ്ലൂവിൻ്റെ പുറത്തുകൂടെ എഴുതൂല, ബ്ലൂവിൻ്റെ ഔട്ടറില്ലേ, ഔട്ടറിലാണ് എഴുതുന്നത്. ഓക്കെ. ഇനി നമുക്ക്
ഇനി നമുക്ക് ചിലങ്കയുണ്ട്, അത് ചെയ്യാം. ഈ ഒരു ഭാഗമുണ്ട്, ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ റെഡ് കൊടുക്കാം, അല്ലെങ്കിൽ യെല്ലോ. ഞാൻ യെല്ലോ ആണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. കാഡ്മിയം യെല്ലോ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലതൊരു ഗോൾഡൻ എഫക്റ്റ് കിട്ടുന്നത്. ഞാനിപ്പോൾ ബ്ലൗസിൽ ചെയ്യുന്ന പോലെ ഒരു ബ്രൗൺ ഷെയ്ഡൂടെ കാണിക്കാം കേട്ടോ. അയ്യോ മനസ്സിന് എടുത്ത് കൊടുത്തു. കളറ് ക്ലാസ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ക്യാപ്പ് അടയ്ക്കത്തില്ല, അപ്പോൾ അത് കുറച്ച് കട്ടിയായിട്ടിരിക്കും. നമ്മളെ കളറ് നന്നായിട്ട് സൂക്ഷിച്ച് യൂസ് ചെയ്തില്ലെങ്കിൽ അത് പിന്നെ യെല്ലോയൊക്കെ നമ്മളെപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് തന്നെ അങ്ങ് അപ്ലൈ ചെയ്തോളണേ. അത് നമ്മൾ 2-3 കോട്ടിലോട്ട് പോകാതെ ഒറ്റ കോട്ടിൽ തന്നെ ചെയ്യത്തക്ക വിധത്തിൽ. കാഡ്മിയാണോ മാം? കാഡ്മി ഓർണമെൻറ്റ്സിന് ചെയ്ത കളർ കൊടുക്കാതിരിക്കാനാണ്. ഇതിനകത്തൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളൊരു ഗോൾഡ്, നമ്മൾ ഈ ഒറിജിനൽ പട്ടൊക്കെ ചെയ്യുമ്പോൾ കൊടുക്കുന്നത് മ്യൂറൽ റെഡ് അല്ല, ബ്രൗൺ വെച്ചിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പിന്നീട് ഞാൻ യെല്ലോ ചെയ്തത്. അപ്പോഴേ യെല്ലോ ചെയ്താൽ നമ്മൾ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഷെയ്ഡ് തന്നെ അവിടെ അപ്ലൈ ചെയ്യും കേട്ടോ. അപ്പം അത് ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് വൈറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ വൈറ്റ് ഭാഗം വരുന്നിടത്ത് വേണമെങ്കിൽ ബ്ലൂ കൊടുക്കാം. അപ്പോൾ ബ്ലൂ കൊടുക്കുന്നില്ല. ഇത് ഞാൻ ബ്രൗൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെയ്യാം കേട്ടോ. ഇവിടെ വരുന്ന അടുത്ത് വരുന്ന ഇവിടെ നമ്മളൊരു മ്യൂറൽ റെഡാണ് വരുന്നത്. ഞാൻ ചെയ്യുന്ന സമയത്ത് നമുക്കപ്പോ ഒരു എന്താ പറയാ, ഒരു കസവിന്റെ ഷെയ്ഡിനാണെങ്കിൽ നമ്മൾ ബേൺ ചെയ്യാൻ കൊടുക്കണം അല്ലേ മാം? അത് ഞാൻ ഇപ്പൊ കസവിന്റെ ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ബേൺ സീനയാണോ മാം അതോ മ്യൂറൽ റെഡോ? ബേൺസീന മ്യൂറൽ റെഡ് അല്ല, ബേൺസീനയാണ് കേട്ടോ. ഹൈ ഡാർക്ക് ആൻഡ് ഹൈ ലൈറ്റ് എന്നാണ് പറയുന്നത് നമ്മൾ പട്ടിന് വരുമ്പോൾ. ഡാർക്കിന് ലൈറ്റിനേക്കാളും കൂടുതൽ ഹൈ ഡാർക്കാണ് പട്ടിൽ നമുക്ക് തോന്നിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ആ ലൈറ്റ് എടുത്ത് കാണിക്കുന്നത്. അങ്ങനെ തോന്നുമ്പോഴാണ് അതൊരു ഗോൾഡൻ എഫക്റ്റ് ആയിട്ട് നമുക്കതിൽ ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോഡിയുടെ ഏകദേശ ഭാഗങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഇനി മ്യൂറൽ റെഡ് അങ്ങനെയുള്ള കുറച്ച് കളേഴ്സാണ് നമുക്കിതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇത് ഈ ഒരു ഭാഗം ഇത് ഏത് ഭാഗമാണെന്ന് മനസ്സിലായല്ലോ. ഞാൻ കുറച്ച് ഒഴിവാക്കി വിട്ട ഭാഗമാണ്. അത് മ്യൂറൽ റെഡാണ് കേട്ടോ. കച്ചവാലിന്റെ ഭാഗമല്ലേ മാം? അതെ, കച്ചവാലാണ് കേട്ടോ. ഞാൻ ചെയ്തപ്പോൾ കുറച്ച് വിട്ടുപോയതാണ് കേട്ടോ. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാതിരിക്കാനാണ് ഇപ്പോൾ ഞാൻ ചെയ്തത്. ഇവിടെ കുറച്ച് പച്ചയുണ്ട്. പിന്നെ വേറെ എവിടെയോ ഒരു സ്ഥലം പോയിട്ട് ഓക്കെ. ഇവിടെ അവിടെ ഹെയർ അല്ലേ? ഫോട്ടോ ഇടുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ്. പിന്നെ നമുക്ക് ചെയ്യുമ്പോഴേ ബ്ലാക്ക് എഴുതുമ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത്രയും ഏകദേശം നമ്മൾ ബോഡിയുടെ ഇതായിട്ടുണ്ട്. ബോഡിയുടെ ഷെയ്ഡ്സ് മാത്രമാണ് നമുക്ക് ഫിനിഷിങ് അടുത്ത ക്ലാസ്സിലേക്ക് കാണിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ബേൺസീന കളർ എടുക്കുകയാണ് കേട്ടോ. ബേൺസീന മാത്രം. ബേൺസീന ഒരു ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് വാട്ടർ കേട്ടോ. ബേൺസീന ഒരു ഡ്രോപ്പിന് 3 ഡ്രോപ്പ്. ഒരു ലിക്വിഡ് രൂപത്തിലാക്കുക, അത്രയേ ഉള്ളൂ. ഭയങ്കര കട്ടി കുറയ്ക്കുന്നില്ല. ഒരു ലിക്വിഡ് രൂപത്തിലാക്കുക കേട്ടോ. ഇതാണ് നമ്മളിതിന് ഷെയ്ഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. കുറച്ച് കട്ടിക്കാണ് കളർ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഉണങ്ങട്ടെ. നമ്മളിത് ഈ ഡിസൈൻസ് മുകളിലത്തെ ഡിസൈനും ഈ ഡിസൈനും എല്ലാം സെയിമാണ് കേട്ടോ. ഈ ഡിസൈനിൽ നമ്മളിത് ഓൾറെഡി ഒരു മ്യൂറൽ റെഡ് കൊണ്ട് വരച്ചിട്ടുണ്ട്. അതിലിതാ ബ്രൗൺ വെച്ച് കേട്ടോ. ഇത് കുറച്ച് വെള്ളം ചേർത്ത് ലയിപ്പിക്കുന്നത്. ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് ലൈറ്റ് ആയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ഡാർക്കാണ്. വലിയ ബ്രഷ് കൊണ്ട് നമ്മൾ വെള്ളം എടുക്കുമ്പോൾ പെട്ടെന്ന് 1 ഡ്രോപ്പ് കളറിന് 3 ഡ്രോപ്പ് വാട്ടർ ആണോ? അതെ, 1
1 ഡ്രോപ്പിന് 2 ഡ്രോപ്പ് മതി കേട്ടോ. ഒത്തിരി അങ്ങ് ഇതാക്കണ്ട. നമുക്ക് ഷെയ്ഡ് കൊടുക്കാനുള്ളത് കൊണ്ട് ഇതുണ്ട്. ഇപ്പം ഇതുപോലെ കണ്ടോ, ഇത് ബേൺസീന മാത്രമാണ് ഇതുപോലെ കാണാൻ പറ്റുന്നില്ല. ഈ താഴത്തെ ഭാഗമല്ലേ ചവിട്ടിയിരിക്കുന്ന ആ മാറ്റിലാണ് ചെയ്യുന്നത്. എല്ലാ ഡിസൈൻസും സെയിം തന്നെയാണ്, വേറെ ഡിസൈൻസ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ബ്രഷ് വെള്ളത്തിൽ മുക്കി നല്ലപോലെ ഡ്രൈ ആക്കി ഇതിനെ ഒന്ന് സ്മജ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. യെല്ലോ കുറച്ച് കണ്ടാൽ മതി, കൂടുതലും ബ്രൗണിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് നമുക്ക് പിക്ചറിൽ കാണേണ്ടത്. യെല്ലോ വളരെ കുറച്ച് കണ്ടാൽ മതി കേട്ടോ, ഒരു ഹൈലൈറ്റ് പോലെ. അപ്പോൾ അതിനകത്തൊരു മാറ്റ് ഗോൾഡ് എഫക്റ്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. എല്ലാം അങ്ങനെ എല്ലാ ഷേപ്സും ഇവിടെ ഞാൻ അടുത്ത ഭാഗം കാണിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ ഇതിനകത്ത് ബ്രഷിൽ വെള്ളം ചേർത്ത് ഇതിന് യെല്ലോ കുറച്ച് കണ്ടാൽ മതി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ കൂടുതലും ഒരു ബ്രൗണിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. അടുത്ത ഷെയ്ഡ് കാണിക്കാം. നമ്മൾ കാഡ്മിയം ആദ്യം ഒരു ഒറ്റ കോട്ടല്ലേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? കാഡ്മിയം ഒറ്റ കോട്ടല്ല, ഇച്ചിരി തിക്കായിട്ട് വേണം. ഓക്കെ. തീരെ അങ്ങ് ലൈറ്റ് ചെയ്യണ്ട കേട്ടോ. നമ്മൾ ഈ കളറൊക്കെ ചെയ്യുമ്പം ഒന്ന് കവർ ചെയ്ത് വരണമെങ്കിൽ ഇതിപ്പം വെള്ളം ചേർത്ത് ചെയ്ത കളറാണ് കേട്ടോ. ഇത് ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് കൊടുക്കുന്ന ഒരു ഷെയ്ഡാണ്, നല്ല ലൈറ്റായിട്ട്. ഇതിൽ ഈ ഇടയ്ക്ക് വരുന്ന ഭാഗം നമുക്ക് വേണമെങ്കിൽ ഡാർക്കായിട്ടുള്ള ബ്രൗൺ തന്നെ കവർ ചെയ്ത്. ഇപ്പോൾ 2 ലവ് സിമ്പിൾ പോലെ നമ്മളിങ്ങനെ വരുമ്പോഴേ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരത്തില്ലേ, ആ ഭാഗത്ത് നമുക്ക് നല്ല ഡാർക്കായിട്ട് ഈ ബേൺസീന മാത്രമായിട്ടുള്ള കളറിനെ നമുക്ക് കൊടുത്തു കേട്ടോ. ഇതുപോലെ തന്നെയാണ് മുകളിലത്തെ നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ. ആർച്ചിൽ വരുന്ന ഡിസൈൻ എല്ലാ ഭാഗങ്ങളും. അവിടെയുള്ളത് പേൾ ഡിസൈൻ പോലെ തന്നെയാണോ? അതിനും വേണമെങ്കിൽ ബ്ലൂ ഷെയ്ഡ് കൊടുക്കാം കേട്ടോ. ചെറുതല്ല, വലുതായതുകൊണ്ട് നമുക്ക് ബ്ലൂ പേൾ കൊടുക്കാം കേട്ടോ. വൈറ്റ് പേൾ നല്ലതായിട്ട് നമ്മൾ ഈ ഡാർക്ക് ഇങ്ങനെ ചുറ്റും വന്നിട്ട് അതിൽ ഒരു പേൾ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഒരു ഹൈ യെല്ലോ അങ്ങ് ഒഴിവാക്കണം കേട്ടോ. നിങ്ങൾ എത്ര ഷെയ്ഡ് കൊടുത്താലും അതിൻ്റെ നടുക്കൊരു യെല്ലോ എല്ലാത്തിലും ഒന്ന് വിട്ട് വേണം പോകാൻ. ചെറിയ ഏരിയ ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം, യെല്ലോ കൊടുത്തു പോകാനായിട്ട് വിടരുത് കേട്ടോ. വ്യാളിയും അതേപോലെ ഷെയ്ഡിങ് ഉണ്ടല്ലോ മാം? വ്യാളിയും ഷെയ്ഡിങ് മാത്രമേ ഉള്ളൂ കേട്ടോ മാം. ആ ഔട്ട്ലൈൻ്റെ അടുത്ത് ഡാർക്കായിട്ട് കൊടുക്കും, പിന്നെ ബാക്കി ഭാഗത്ത് വെള്ളം ചേർത്ത് ഇങ്ങനെ ലൈറ്റ് സ്മജ് ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ മ്യൂറൽ റെഡ് വേണമെങ്കിൽ മ്യൂറൽ റെഡ് കൊടുത്ത് നമുക്ക് ലയിപ്പിക്കാം. പക്ഷേ ഈ ഫിഗറും കൂടെ വരുമ്പോൾ ഫിഗറിനൊരു അട്രാക്ഷൻ വരത്തില്ല. ഡാൻസിങ് ഫിഗറിനെ നമ്മൾ ആ ഒരു ബ്ലൂവും ഗ്രീനും ഒക്കെ വരുന്നൊരു ഡിസൈനിലായിരിക്കും നമ്മുടെ ഒരു ശ്രദ്ധ പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റ പാറ്റേൺസിൽ ബാക്ക്ഗ്രൗണ്ടും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഡിസൈൻസുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫിഗറിന് ഭയങ്കര ആർഭാടമാണ്. ഫിഗറിനകത്ത് മാക്സിമം നമ്മൾ കൊടുക്കാവുന്ന എല്ലാ ഡെക്കറേഷൻസും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അത് സിമ്പിളാക്കണം. ഒറ്റ കളറിൽ കേട്ടോ. നമ്മൾ അങ്ങനെയുള്ള പിക്ചേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തുകൊണ്ട് അനന്തശയനം അല്ലെങ്കിൽ പാർവതി ചമയൊക്കെ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടിട്ട് കാട് പിടിപ്പിക്കണ്ട, ഒത്തിരി കാര്യങ്ങൾ കാണിക്കണ്ട, എങ്കിൽ ഫിഗർ എടുത്ത് കാണിക്കത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ചില പിക്ചേഴ്സുകളിൽ ഇപ്പോൾ നമുക്ക് തരുന്ന കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചിത്രങ്ങളിൽ അവർ തന്നെ ആവശ്യപ്പെടും. ഇപ്പോൾ ലാസ്റ്റ് സപ്പറൊക്കെ വരയ്ക്കുമ്പോൾ നമ്മളുടെ അടുത്ത് മരങ്ങൾ വേണം,
ഇന്നത് വേണമെന്നൊക്കെ ആവശ്യപ്പെടാറുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കഴിയുന്നതും ഒരു എത്തിനിക്കായിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ അതാണ്. ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ഈ രീതിയിലാണ് ബാക്ക്ഗ്രൗണ്ട് പോകുന്നത് കേട്ടോ വരുന്നത്. ഇനി നമ്മളിത് കണ്ട് ഇവിടെ കയ്യിലൊന്ന് കാണിക്കാം, മറ്റൊന്ന് ഉണങ്ങുന്നത് പോലെ കാണിക്കാം. കണ്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ശരിക്കും ലയൻ ചെറിയൊരു ഭാഗമാണ്, ഒരു ലയൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ചെറിയൊരു ഡാർക്കായിട്ട് കൊടുത്ത് അടുത്ത് ഇവിടെ നിന്നും കൊടുക്കും. ഇനി ബ്രഷ് അവിടെ കാണിക്കാൻ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഉണങ്ങിയ ഈ ബ്ലൗസിലുണ്ട്. ഓക്കെ, ഇത് നോക്കി, ഇതിനകത്ത് ഞാനിപ്പോൾ 3 പ്രാവശ്യമാണ് ഇവിടെ ഡാർക്ക് ചെയ്ത് ലൈൻസ് കേട്ടോ, വെർട്ടിക്കലായിട്ടാണ് കൊടുക്കുന്നത് കണ്ടോ, ലൈൻസായിട്ട് കൊടുത്തു. അടുത്തത് അവിടെ ഇടയ്ക്കും കൊടുത്തു. അടുത്ത് അതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ലൈൻസാണ്, ഫുള്ളായിട്ടൊക്കെ താഴെ വരെ ചേർക്കണമെന്നില്ല, ലൈൻസായിട്ടാണ് അടുത്തത് ഇവിടെ എൻഡിലും ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കി നല്ലപോലെ ആക്കിയിട്ട് നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് ലൈറ്റായിട്ട് വെർട്ടിക്കലായിട്ട് ഇതന്നെ കാണിക്കുകയാണ്. എന്നാൽ ഹൈലൈറ്റ് വിടരുത്. ഒരിക്കൽ കൂടെ ഇതിൻ്റെ പുറത്ത് ചെയ്യണം. ഉണങ്ങിയതിന് ശേഷം ഡാർക്ക്നെസ് ഈ രീതിയിലാണ് വരുന്നത്. ഇത് ഉണങ്ങിയതിന് ശേഷം ഒരിക്കൽ കൂടെ ചെയ്യണം. അപ്പം തന്നെ നമുക്കിപ്പം തന്നെ അതിനകത്തൊരു ഗോൾഡ് എഫക്റ്റിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട് അല്ലേ. ഈ ഒരു ഭാഗത്ത് നമ്മൾ വേണ്ട ഈ ഒരു ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ട് സ്മജ് ചെയ്യാം. മനസ്സിലായോ ആ ഒരു ഭാഗം ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു ഓർണമെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനൊരു ഗോൾഡ് എഫക്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ബേൺ സീൻ അല്ല, നമ്മൾ കുറച്ചുകൂടെ കളേഴ്സ് വ്യത്യാസപ്പെടുത്തും. ഇത് ഉണങ്ങിയിട്ടില്ല, എന്നാലും ഞാനൊന്ന് കാണിക്കും കേട്ടോ. ഓരോ മടക്കുകളുടെ എൻഡിലായിട്ട് കേട്ടോ, മടക്കുകളുടെ നമ്മൾ ലൈൻസായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലുള്ള ലൈൻസായിട്ടാണ് കൊടുക്കുന്നത്. നടുക്കും ഒരു ചെറിയ ലൈൻസ്. ഉണങ്ങാത്തതുകൊണ്ട് കളർ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഡാർക്കായിട്ട് ചെയ്യാം കേട്ടോ. ഇനി ബ്രഷ് വെള്ളത്തിൽ മുക്കി കുറച്ച് 2 സൈഡിൽ നിന്ന് ലയിപ്പിച്ചു. ഇങ്ങനെ ഓരോ പീസുകളിൽ രാജശ്രീ മാം ഉണ്ടോ? തോന്നുന്നു. ശരിക്കും നമ്മൾ നോയ്സ് നോട്ട് ഇട്ടാൽ ഇങ്ങനെയുള്ള ടിപ്സുകൾ നമ്മൾ കാണും പോലെ ഒരിക്കലും മനസ്സിലാകത്തില്ല കേട്ടോ. ഇതൊക്കെ ഒരു പെയിൻറ്റിങ് സ്റ്റൈൽ ടെക്നിക്സുകളാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഈ ഒരു പിക്ചറിൽ നമുക്കത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയത് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വെറൈറ്റി ആക്കാൻ വേണ്ടി കേട്ടോ. നമ്മൾ മോഹിനിയാട്ടമൊക്കെ ചെയ്യുന്ന സമയത്ത് മ്യൂറൽ ചെയ്താലും നമുക്ക് ഈ രീതിയിൽ അതിൻ്റെ ബോർഡറുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. ആ ഒരു പിക്ചറിൻ്റെ ബോർഡർ എന്നുകൊണ്ട് അതിൻ്റെ കസവൊക്കെ ഇല്ലേ, പട്ട് സാരി അതൊക്കെ വരുമ്പോൾ. ഇതിപ്പോൾ ഇത് സെക്കൻഡ് കോട്ട് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വരുന്നുണ്ട്. ഞാൻ വീണ്ടും അതേ അളവിൽ തന്നെ ഇതിൻ്റെ നടുക്കായിട്ട് കേട്ടോ കുറച്ചൊന്ന് ഹൈ ഡാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മൾ ആ ഗോൾഡ് ഡിസൈൻസുകൾ ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് 2 സൈഡിൽ സ്മജ് ചെയ്തിട്ട് അതിൻ്റെ നടുക്കൊരു ഹൈ ഡാർക്കാണ് കേട്ടോ ബ്രൗൺ വരുമ്പോൾ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു താഴെ ചെയ്യുന്ന ഭാഗത്തിനൊക്കെ ഒരു ഗോൾഡൻ എഫക്റ്റാണ് വരുന്നത്. നമ്മൾ ഈ മുകളിലും താഴെയും ചെയ്തിരിക്കുന്ന ഭാഗങ്ങളിൽ ഒരു ബ്രൗണും യെല്ലോയും വരുമ്പോൾ ആ ഒരു രീതിയിലാണ് കോമ്പിനേഷൻ വരുന്നത്. അപ്പം ഏകദേശം നമ്മുടെ ഒരു കളറ് ഫില്ലായിട്ടുണ്ട്. എൻ്റെ പിക്ചർ ചെയ്ത് കഴിഞ്ഞാലേ ഒരു ഫില്ലായിട്ടുള്ളൂ എന്ന് എനിക്കറിയാൻ പറ്റത്തുള്ളൂ. ഏകദേശം ഫില്ലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ക്ലാസ്സസിൽ നമ്മൾ പഠിച്ച ഞെറിവിന്റെ ഇടകളിൽ ഒരു വൈറ്റ് വരകൾ വരുന്നില്ല, അവിടേക്ക് ഇനി എന്താ ചെയ്യാൻ പാടില്ല മാം? ബ്ലാക്ക് വരയ്ക്കാണോ? ഇതിൽ വേണ്ട, വൈറ്റ് ആയിട്ട് തന്നെ കടന്നു കേട്ടോ. നമുക്ക് ബ്ലാക്ക് വരയ്ക്കുന്ന സമയത്ത് എടുക്കാം കേട്ടോ. ഫോട്ടോ ഇടണേ. ഇട ഇപ്പം തന്നെ ഇടാം.
മാം പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിന്റെ ഒന്ന് ചെയ്തിടണേ കുറച്ച് ആ മുകൾ ആ സൈഡിലുള്ള ആ വരകളുടെ എവിടെ ഇടണ്ടേനോ എനിക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഈ ഒരു കോർണർ അത്രയും ചെയ്തിട്ടുണ്ട്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്.